ഏലിയാസാണ്. എവിടെ? സിറ്റിയിലോ? യൂണിഫോമിലാണോ? ഫോളോ ചെയ്യൂ, ഞാൻ ഉടനെ എത്താം. ആ ഓരോരുത്തരായിട്ട് ഇങ്ങോട്ട് മതി മതി. നന്നായി അല്ലേ സാറേ? താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ചാരുപ്പാറ സദാശിവൻ, ഈ പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. നമസ്കാരം. 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 രാജ്മോഹൻ, നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട്. കുറച്ച് ഓവറായി. സ്ക്രിപ്റ്റിലുള്ള ഡയലോഗ്സ് അതുപോലെ ഫോളോ ചെയ്യുന്നില്ല. വരുന്നവരൊക്കെ വായി തോന്നി ഇത് വിളിച്ചു പറഞ്ഞ പിന്നെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന് എന്താ കാര്യം? 2-3 ഡയലോഗ് ഞാൻ കയ്യിൽ നിട്ടു. ഇംപ്രവൈസേഷനാ. കയ്യിൽ നിടുന്നത് നല്ലതന്നെ, പക്ഷെ കഥാപാത്രം കയ്യിൽ നിന്ന് പോകരുത്. അയ്യോ മിസ്റ്റർ രാജ്മോഹൻ, അഡ്രസ് തന്നോളൂ, ചാൻസിന്റെ കാര്യം അറിയിക്കാം. സാർ, ഞങ്ങളുടെ അഡ്രസ് അപ് ടു ഡേറ്റ് ഫിലിം അക്കാദമി, നിയർ മട്ടാഞ്ചേരി ബ്രിഡ്ജ്. ഫോൺ നമ്പർ 42372626. അതെ. നിങ്ങൾ ഇവിടുത്തെ സ്റ്റുഡൻസ് ആണോ? ഞങ്ങൾ അവിടെ പഠിപ്പിക്കുന്നവരാ. നിങ്ങളാണ് പിള്ളേരെ പഠിപ്പിക്കുന്നെങ്കിൽ അവരുടെ ഭാവി എന്താവും? മിസ്റ്റർ റൈറ്റർ, വിളിച്ചു വരുത്തി ഇൻസൾട്ട് ചെയ്യരുത്. ഈ പാറയുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ രാജ്മോഹന് ഡേറ്റ് ഇല്ല. അന്നേ പോവാ. ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. ഒന്ന് പുറത്തേക്ക് കേക്ക്. സാർ, ഞാൻ ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ആക്ടിംഗ് കോഴ്സ് പാസ്സായതാ. ഓ അത് ശരി. പെർഫോമൻസ് കണ്ടപ്പോഴേ തോന്നി എന്തായാലും നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, ഹീറോയുടെ ഫ്രണ്ട് ആയിട്ട്. താങ്ക് യു വെരി മച്ച് സാർ. എവിടെ ആയിരുന്നോ? ഞാനകത്ത്. സർക്കിൾ വന്നിട്ടുണ്ട്, വിളിക്കുന്നു. ഓഹോ, ചിത്രം വരെ ഒന്ന് വരാൻ പറയാറില്ലേ സർക്കിൾ? ആളും തരം അറിയാതെ കൈപൊക്കിയാലേ പൊക്കിയെടുത്ത് കോർപ്പറേഷൻ പിപ്പെ തള്ളും. എന്താ സംശയമുണ്ടോ? അയ്യേ, നിങ്ങളത് കാര്യമാക്കിയോ? കലാകാരന്മാരായതുകൊണ്ട് തമാശ പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിച്ചു. എന്നെ പോലെ തന്നെ സർക്കിൾ എലിയാ സാറും കലാകാരന്മാരെന്ന് വെച്ചാ ജീവനാ. ജീവൻ എടുക്കാതിരുന്നാ മതി. എന്തിനാ ജീവൻ എടുക്കുന്നത്? നമ്മളതിന് തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതെ, ഡിപ്പാർട്ട്മെന്റിന് ടെൻഷൻ ഉണ്ടാക്കിയിട്ട് ന്യായീകരിക്കുന്നോടാ. ടെൻഷൻ വലിച്ചു കയറ്റാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. അഭിനയവും കഴിഞ്ഞ് സമാധാനപരമായി വാടക ജീപ്പിൽ പോയ ഞങ്ങളെ ചേസ് ചെയ്ത് പിടിച്ച് ഡിപ്പാർട്ട്മെന്റിന്റെ പെട്രോൾ ഇറച്ചി എന്തിനാ? യൂണിഫോം റോഡിൽ കൂടെ നടക്കുന്നത്. നിന്റെയൊക്കെ അഭിനയം ഉണ്ടല്ലോ, അതങ്ങ് അങ്കമാലി മതി. അങ്കമാലി അതെവിടെ? എന്റെ സ്റ്റേഷൻ അതിർത്തി കിടന്ന് വിളച്ചിൽ കാണിച്ചാലുണ്ടല്ലോ, സൂര്യനെ കാണിക്കല ഞാൻ. ചന്ദ്രനെ കാണിക്കുമോ? നമസ്കാരം. നമ്മള് കോമഡിയനാണല്ലേ? ആകണമെന്നുണ്ട്. ആരും ആക്കുന്നില്ല സാർ. അത് ശരി. മൂന്നിനെ അകത്താക്ക്. 3-4 കോമഡി നമ്പർ പഠിപ്പിച്ചിട്ട് അങ്ങ് വിട്ടാ മതി. ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടോ? ശൈലിയോടോ പിശാച്. ഞാനൊരു കോമഡി പഠിച്ചതാ.
ഉണ്ടെങ്കിൽ ജാമ്യം വേണം. ആർക്ക്? മലയാള സിനിമയിലെ 3 വെള്ളി നക്ഷത്രങ്ങൾക്ക്. ഈ നക്ഷത്രം അവരുടെ ആരാ? വാൽ നക്ഷത്രം ആലീസ് കോമറ്റ്. അഡ്വക്കേറ്റ് ഉണ്ടോ ജാമ്യം എടുക്കാൻ? അഡ്വക്കേറ്റ് ഉണ്ടെങ്കിലേ ജാമ്യം പൊങ്ങത്തുള്ളോ. 5 സെന്റ് വസ്തുവിന്റെ കടമടച്ച രസീതുണ്ട് എന്റെ കയ്യില. ജീപ്പിന്റെ ഡ്രൈവർ ഒന്ന് പറഞ്ഞതുകൊണ്ട് വിവരം ഞാൻ അറിഞ്ഞു. പക്ഷെ എന്റെ വാടക അയാള് മേടിച്ചു. ഇതിന്റെ വാട എനിക്ക് സഹിക്കാനും പറ്റുന്നില്ല. വാട അതെങ്ങനെ സഹിക്കാം, പക്ഷെ ഈ ഡ്രസ്സിന്റെ വാടക ആര് കൊടുക്കും? സഹകരണ ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കാം. ഒരു കോമഡി പറയുമ്പോ അത് ഈ കോമഡി ഉണ്ടായിരിക്കണം. ഹോളിവുഡിലാണ് ഈ കോമഡി പറഞ്ഞിരുന്നെങ്കിൽ ഓസ്കാർ ഒരു കാറും കിട്ടിയാൻ അറിയാം. കാറും ബസ്സൊക്കെ അവിടെ നിൽക്കട്ടെ, ചുരിദാർ ഇട്ടോണ്ട് പോയാൽ മതിയായിരുന്നു. ആ റാണിക്ക് എന്ത് എളുപ്പാ ചാൻസ് കിട്ടിയത്, അതും അന്യഭാഷാ ചിത്രത്തിൽ. അത് അവൾക്ക് ടാലന്റ് ഉണ്ട്, പോരാത്തതിന് എന്റെ കോച്ചിങ്. അപ്പൊ രാജ്മോഹൻ സാറിന് ചാൻസ് കിട്ടിയതോ? അത് രാജ്മോഹന് സൂട്ടായിട്ടുള്ള യൂണിഫോം കിട്ടിയതുകൊണ്ട്. ഞാനൊന്ന് കേറി പറ്റിക്കോട്ട് മോനെ, എന്നിട്ട് നിങ്ങളെയും കൂടെ വലിച്ചു കയറ്റാമല്ലോ. എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, റാണിക്ക് ചാൻസ് കിട്ടിയല്ലോ. ഇനി അവക്ക് വെച്ചടി കയറ്റമായിരുന്നു. കേറും. അവള് വലിയ തിരക്കുള്ള നടിയായി തീരുമ്പോ അയ്യപ്പാണനെ തഴഞ്ഞിട്ട് പോകാതിരുന്നാ മതി. മിക്കവാറും തഴഞ്ഞിട്ട് പോകും. മോനെ ഡൊമിനിക്കേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ തമ്മിൽ ഫെവിക്കോൾ കൊണ്ടാ ഒട്ടിച്ചിരിക്കുന്നത്. ആര് വിചാരിച്ചാലും ആന വലിച്ചാലും വിടർത്താൻ പറ്റില്ല. പരസ്യം കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ആ. എന്താടാ? അല്ല, അപ്പൊ ഈ ഡ്രസ്സിന്റെ വാടക ഞാൻ കൊടുക്കാനാ? വാടകയുടെ കാര്യം ഞാൻ പരിഹരിച്ചോളാം. അത് മതിയേ. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ വെറും അഭിനയമാണ്. ആക്ടിങ് അഭിനയം ഒന്നല്ലേ സാർ? നോ 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 നോ. ഇംഗ്ലീഷ് മൂവിയിലാണെങ്കിൽ ആക്ടിംഗ്, മലയാളം സിനിമയിലാണെങ്കിൽ അഭിനയം. കരയാൻ പറയുമ്പോ കരയുക, ചിരിക്കാൻ പറയുമ്പോ ചിരിക്കുക, മരിക്കാൻ പറയുമ്പോ മരിക്കുക. ഡയറക്ടർ ആക്ഷൻ എന്ന് പറയുമ്പോ അഭിനയം തുടങ്ങുക, എന്ന് പറയുമ്പോ അഭിനയം നിർത്തുക. ഇതാണ് ആക്ടിംഗ്. ക്യാമറ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? പടം കണ്ടിട്ടുണ്ട്. പടം എടുക്കുന്ന ക്യാമറ കണ്ടിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഞാൻ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് സാർ. പോലീസ് ഷൂട്ടിംഗ് ആണോ? അല്ല, മമ്മൂട്ടിയുടെ ജയറാമിന്റെ ഷൂട്ടിംഗ്. കണ്ട് വെള്ളമൂറി നിന്നിട്ടൊന്നും കാര്യമില്ല, എങ്ങനെ ഇടിച്ചു കയറാൻ ശ്രമിക്കണം. അപ് ടു ഡേറ്റ് ഫിലിം അക്കാദമിയുടെ അഭിമാന ഭാജനമായ റാണിക്ക് തെലുങ്കിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ നിങ്ങളും അഭിനയിക്കാൻ പഠിക്കണം. ഇന്നത്തെ ക്ലാസ് ലവിനെ കുറിച്ചാണ്, അതായത് സ്നേഹം, പ്രേമം. ഇതൊക്കെ അഭിനയിക്കുന്ന എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. പറഞ്ഞാ മനസ്സിലാവില്ല സാർ, കാണിച്ചെന്നാ മതി. പ്രാക്ടിക്കൽ ക്ലാസ് തന്നെ ആയിക്കോട്ടെ. ക്യാമറ റെഡി സാർ. ക്യാമറ റെഡി. അയ്യപ്പാണ് പൊസിഷൻ തരൂ. ഓക്കെ, ആർട്ടിസ്റ്റ് റെഡി സർ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ് സാർ. ആക്ഷൻ. മന്തി, ഓർമ്മ വെച്ച നാൾ മുതൽ പ്രേമത്തിന്റെ ആദ്യ കിരണങ്ങൾ എന്റെ മനസ്സിൽ അനുരണനങ്ങൾ ഉണർത്തിയപ്പോൾ നീ ആയിരുന്നു എന്റെ മനസ്സിൽ. അതിനുശേഷം എത്രയോ പേർ എന്റെ ജീവിതത്തിന്റെ വഴിത്താരയിലൂടെ കടന്നുപോയി. ആർക്കും എന്റെ മനസ്സിന്റെ ഭിത്തിയിൽ ഒരു ചിത്രവും കോറിയിടാനായില്ല. എന്തൊരു പ്രസന്റേഷൻ. എഴുതുമ്പോ ഞാൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ. അതൊക്കെ അടുത്ത ഷോട്ട് തരൂ. സ്റ്റാർട്ട് ക്യാമറ. റോളിംഗ്. ആക്ഷൻ. എന്റെ ചിത്രം ആ ഭിത്തിയിൽ വരച്ചിടാൻ ഞാൻ പറഞ്ഞു. ഒരുപാട് പേര് വരയ്ക്കാൻ ശ്രമിച്ചതാ. ആർക്കു വേണ്ടി ഞാൻ ഇതുവരെയും നിന്നു കൊടുത്തിട്ടില്ല. സ്വപ്നവും ഭാവനയും ഒക്കെ ഓരോരുത്തരുടെ സ്വകാര്യവാ. അത് ഞാൻ വില വെക്കുന്നില്ല. നിങ്ങളുടെ മനസ്സിന്റെ ഭിത്തിയിലോ ഗേറ്റിലോ എന്റെ ചിത്രം വരച്ചോളൂ. ഓയിൽ പെയിന്റിലോ വാട്ടർ കളറിലോ? വാട്ടർ കളർ മതി. ഓയിൽ പെയിന്റ് ആവുമ്പോ ചിലവല്ലേ. മർച്ചന്റ് ഓഫ് വെനീസ്. ഈ ഹ്യൂമർ സെൻസ് ആണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്. ഈ ഹ്യൂമർ പ്രോംപ്റ്റിംഗ് വേണ്ട. എന്താ പറയാ, തോട്ടപ്പള്ളി തൊമ്മ ഏതോ പൈങ്കിളി വാരികന്ന് കടമെടുത്ത് എഴുതിയ മാട്ട ഡയലോഗ് ഞങ്ങൾ പറഞ്ഞെന്ന് കരുതി താൻ വലിയ തിരക്കഥാർത്ഥൊന്നും ആവണ്ട. താൻ അപ് ടു ഡേറ്റ് ഫിലിം അക്കാദമിയിലെ പിയൂൺ കം കുക്കാണ്, അത് മറക്കണ്ട. ഇല്ല, പക്ഷെ തിരക്കുള്ള തിരക്കഥാകൃത്താവുമ്പോഴേ ആത്മകഥയിൽ ഇതും എഴുതും. ആത്മകഥ എഴുതിക്കോ, വായിക്കുന്ന ഒരു ആത്മഹത്യ എഴുതാൻ മതി. സാറ് പോയി അഭിനയിക്കണം. ഞാൻ പോകാൻ തയ്യാറാണ്. ബനീരിൽ വിട്ടല്ലേ പോകാൻ പറ്റൂ. വിടുക. ആണക്കേട് മിണ്ടി പോരുത്. ഡൊമിനിക്, ആക്ഷൻ പറയണം സാർ. മതിയോ ആക്ഷൻ? റെഡി, സ്റ്റാർട്ട്. റെഡി, ആക്ഷൻ. ഈ ഹ്യൂമർ സെൻസ് ആണ് എന്നെ നിന്നിലേക്ക് അടുപ്പിച്ചത്.
ഇതൊരു ഡ്യുവറ്റ് പാടേണ്ട സന്ദർഭമാണ്. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, ആ. പാടിക്കോളൂ. എന്ന് പറയുന്നത് പാക്ക് ചെയ്ത അപ്പമല്ല, പാക്ക് ചെയ്ത കപ്പുമല്ല. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മതി എന്ന് സംവിധായകന് തോന്നുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്. ഇത് കേൾക്കേണ്ട താമസം എല്ലാവരും കട്ടയും പടവും മടക്കി സ്ഥലം വിടും. May I come in, sir? Yes, come in. Why are you late? കാറ് ബ്രേക്ക് ഡൗൺ ആയി. ഇപ്പൊ ശരിയായോ? ആയി. അല്ലെങ്കിൽ ഇപ്പൊ വരാൻ ഒക്കുവോ? എനിക്ക് ബോധ്യപ്പെടണം. എന്റെ സ്റ്റുഡൻസ് കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. വണ്ടി ബ്രേക്ക് ഡൗൺ ആയത് എങ്ങനെ കണ്ടുപിടിക്കും? ബ്രേക്ക് ഡൗൺ ആയ കാർ എനിക്ക് കണ്ടാൽ അറിയാം. നിങ്ങൾ നവരസങ്ങൾ പ്രാക്ടീസ് ചെയ്യൂ. ഞാൻ 10 മിനിറ്റിനകത്ത് വരാം. കമാൺ. How was it? സാറ് വിഷമിക്കണ്ട, ഇത് ഞാൻ തിരക്കഥയാക്കും. സുന്ദരികളായ സ്റ്റുഡൻസിനെ വളയ്ക്കാൻ നടക്കുന്ന ഒരു ഫ്രോഡ് അധ്യാപകന്റെ കരളലിയിക്കുന്ന കഥനകഥ. ടൈറ്റിൽസ്: വളപ്പൻ ദി ഗ്രേറ്റ്. എങ്ങനെയുണ്ട്? ഉഗ്രൻ. പോയി കഞ്ഞി വെക്കടാ. പച്ചു തരാം. അല്ല, ഉടനെ തിരിച്ച് ക്ലാസ്സിൽ ചെല്ലാവുന്നല്ലേ പറഞ്ഞത്? വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ. കാലോ കയ്യോ വെട്ടി മാറ്റാൻ പറ്റുമോ കുട്ടി? വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. കുട്ടിയുടെ പറമ്പിലാണോ അങ്ങനെ സംഭവിച്ചത്? കോമഡി കള സാറേ. സാറ് വിചാരിച്ച അറക്കവാണിന് അർത്ഥം മാറ്റാവുന്നതേ ഉള്ളൂ. കോമഡി വേണ്ട, കോമഡി വേണ്ട. ക്ലാസ്സിൽ വെച്ചുള്ള കുട്ടിയുടെ വികാര പ്രകടനങ്ങളുണ്ടല്ലോ, അതാണ് എന്നെ വികാരാധീനാക്കുന്നത്. ഒരു സ്റ്റുഡന്റ് അധ്യാപകനെ പ്രേമിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഇതുവരെ അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കുകയുമില്ല. പേടിക്കണ്ട, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ ഹേമി ലൈൻ അടിക്കുന്നതോ? അവളുടെ പഴഞ്ചൻ വളിപ്പ് കേട്ടിട്ട് ചേട്ടൻ വീണെന്ന് പറയുന്നത് കേട്ടു. തെറ്റിദ്ധരിക്കരുത്. ആ കുട്ടിക്ക് പ്രേമ സീനുകളോടാണ് താല്പര്യം. ഞാനത് അഭിനയിച്ച് കാണിച്ചു കൊടുക്കുന്നു. വിദ്യാർത്ഥിക്ക് സംതൃപ്തി പകരേണ്ടത് അധ്യാപകന്റെ കടമയല്ലേ? എന്നെ ഏത് ഗണത്തിൽ പെടുത്താനാ ഉദ്ദേശിക്കുന്നത്? കോമഡിയിലോ ട്രാജഡിയിലോ? റാണിയുടെ സ്റ്റോറിക്ക് സുഖപര്യവസായിയായ ഒരു ക്ലൈമാക്സ് ഞാൻ തരും. വെയിറ്റ് ചെയ്യും. നമ്മുടേത് ഡിവൈൻ ലവ് ആണ്, പരിശുദ്ധ പ്രേമം. ആട്ടെ, റാണിക്ക് ഏത് പൂവാ ഇഷ്ടം? കൈതപ്പൂ. ചേട്ടനോ? കൈത ചക്ക. അത് പൂവാണോ? കായല്ലേ? പൂവിൽ നിന്നല്ലേ കായുണ്ടാകുന്നത്. പൂവായി വിരിഞ്ഞതെല്ലാം കായ. വേണ്ട സാറേ, ആള് കൂടും. ടൈമായി, ക്ലാസ്സിൽ പോവാം. ബാക്കി പാട്ടിയെ വിഴുങ്ങിക്കോട്ടെ. ശരി ശരി ശരി. എനിക്ക് വേണ്ടേ? ആ തോട്ടപ്പള്ളി തൊമ്മൻ അകത്തുണ്ടാവോ? ഉണ്ടാവും. പക്ഷെ സൃഷ്ടിയുടെ വേദനയിലായിരിക്കും. ഒരു അനാസിന്റെ പകുതി കൊടുത്താ മതി. ഉള്ള മൂട് കളഞ്ഞു. അത് ആദ്യ നേരത്ത് തുറക്കാൻ എന്താ ഇത്ര താമസം? എന്റെ വായൊക്കെ ചൊറഞ്ഞോണ്ട് വരിക. എന്താ പറഞ്ഞേ? തുറക്കാൻ താമസിച്ചെന്നോ? താമസിക്കും. ഞാനിവിടെ വെറുതെ ഇരിക്കാന്നല്ല, സ്റ്റാർ മൂവീസിലെ അറോസോ കൊറോസോ സിനിമ കാണുകയായിരുന്നു. എന്തൊരു സ്റ്റോറി! ആ സ്റ്റോറിയുടെ മുക്കിനും മൂലയ്ക്കും ഒരു സ്ക്രിപ്റ്റ് ഇടിച്ചേറ്റി വെച്ചിരിക്കുക. അത് കണ്ടപ്പോ എനിക്കൊരു പ്രചോദനം വന്നു. ഞാൻ ആ പ്രചോദനം എന്റെ ഈ പേപ്പറിലേക്ക് തൂലി കൊണ്ട് സ്കെച്ച് ഇടുകയായിരുന്നു. പ്രചോദനമല്ലേ വന്നുള്ളൂ, ശോധന വന്നില്ലല്ലോ. എന്താ ഈ ശോധന? ഡിക്ഷണറി കാണുമായിരിക്കും. ശോധന എന്ന് പറയുന്നത് സുഖമുള്ള സംഗതിയാണ്. എന്റെ പൊന്നുരാജ്, ഒന്ന് പറഞ്ഞു കൊടുത്തേ. അപ്പൊ ഈ ശോധന എന്ന് പറയുന്നത് ആദ്യം ഇങ്ങനെയാണോ ശോധന? ഇങ്ങനെ വരും. അത് കൊള്ളാലോ. ഒന്ന് നിൽക്കണേ, ഒന്ന് എഴുതിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ വരും. അത് അവിടെ വരും. ഞാൻ അവിടെ വരും. വരാം. അതിനെന്താ? അത് കഴിഞ്ഞ് പിന്നീട് അതിങ്ങനെ വരും. ഇതിങ്ങനെയാണോ? അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകും. വേണ്ട. എന്നിട്ട് ഇതാണ് ശോധന. ഒരു ശോധനയുടെ കാര്യം പറഞ്ഞപ്പോ 2 ശോധന. കാര്യമായിട്ട് വല്ലതും പറ്റി കാണോ? ഇരട്ടി വെളുത്തിട്ട് പറയാ. ഇങ്ങോട്ടോ. സ്ലോ മോഷൻ വേണ്ട, നോർമൽ സ്പീഡ് മതി. കുറച്ച് അവയിൽ ഇങ്ങോട്ടും വിളമ്പോ. തന്റെ കഥ സിനിമാക്കണമെങ്കിൽ മതി. ഈ വർഷം നടക്കുവോ? നടക്കാതിരിക്കാൻ എന്താ, പാരാലിസിസ് പിടിച്ച് കിടപ്പിലാണോ? ഊതല്ലേ. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കും. പാരാലിസിസ് പിടിപെട്ട ഒത്തിരി കഥകൾ എന്റെ പെട്ടിയിലുണ്ടെന്നാ. എന്റെ അമ്മേ, ഉയ്യോ, സൂക്ഷിക്കണം. പടരുന്ന സൂക്കേട കഥയിൽ നിന്ന് കഥാകൃത്തിലേക്ക് പടരും. ഉള്ളതാണോ? ഉള്ളതാണോന്നോ? കഴിഞ്ഞ മാസം ടി വിയിലുണ്ടായിരുന്നു.
പാരാലിസിസ് പിടിപെട്ട് 6 മാസം അലമാരയിൽ അനങ്ങാതിരുന്ന ഒരു കഥ കഥാകൃത്ത് പൊടിതട്ടിയെടുത്തപ്പോ അയാൾക്ക് പാരാലിസിസ് പിടിപെട്ടു. അങ്ങനെ നിലത്ത് വീണ് പിടഞ്ഞ് ചോര ചെത്തിച്ച് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. ഇവിടെയല്ല, ചെക്കോസ്ലോവാക്യ. കറക്റ്റാ. കറക്റ്റാ. എനിക്ക് പാരാലിസിന്റെ കഥ എടുത്ത് കത്തിച്ചു കളയാം. തൊമ്മൻ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച എനിക്കറിയാം, മലയാള ചലച്ചിത്രവേദിക്ക് കഴിവുറ്റൊരു തിരക്കഥാകൃത്തിനെ നഷ്ടമാവും. അതല്ല, വായിക്ക് രുചിയുള്ള ഭക്ഷണം കഴിക്കുന്നതിന് തിരശീല വീഴും. ഉള്ളത് പറയുന്നോണ്ട് തോട്ടപ്പള്ളിക്ക് ഒന്നും തോന്നരുത്. ഇല്ല, ഒന്നും തോന്നത്തില്ല. ഡൊമിനിക്ക് അയ്യപ്പാണ്ടനെ പോലെയല്ല. കലാഹൃദയത്തിന് വേദന ഉണ്ടാക്കുന്ന ഒരു ഡയലോഗ് പോലും ഈ ക്യാമറ ഒപ്പിയെടുക്കത്തില്ല. ധൈര്യമായിട്ട് പറഞ്ഞോ. തോട്ടപ്പള്ളിയുടെ ഭാവനയിൽ ഊറിത്തിരിഞ്ഞ് തോട്ടപ്പള്ളിയുടെ തൂലികയിൽ നിന്ന് നടന്നു വീഴുന്ന കർണകഠോരമായ കഥയെക്കാളും എത്രയോ ഭേദമാണ് ഈ അവിയലി. ആണോ? എന്നാ ഇന്നോ തിന്നോടാ. കുറെ നാളായി അന്നാക്കിലിരിക്കുമ്പോൾ എന്നെ കുറ്റം പറഞ്ഞിട്ടിരിക്കും. അയ്യോ, കണ്ടെഴുതിയത് എന്റെ കണ്ടെഴുതിയത് കണ്ണില് അവിയലി തള്ളി. അയ്യോ, വെള്ളം 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 എന്നെ സാമ്പാർ വെച്ച് താരാടാ പന്നി. ഇനി എന്താ ഒരു സൊല്യൂഷൻ? 6 മാസത്തെ വാടക പെൻഡിങ്. അങ്ങനൊന്നും അടങ്ങുന്ന കൂട്ടത്തിലല്ല ദൊരസ്വാമി. ആ പാത്രക്കടക്കാരൻ 2 മാസത്തെ വാടക കുടിശ്ശിക വരുത്തിയതിന് അയാളുടെ മകൻ കുപ്പുസ്വാമി ഗുണ്ടകളുമായി വന്ന് സാധനങ്ങൾ എടുത്ത് പുറത്തേക്കിട്ട് നല്ല ചളുക്ക് കൊടുത്ത് കടയും പൂട്ടി താക്കോല് കൊണ്ടുപോയത് നമ്മൾ കണ്ടതല്ലേ, കേട്ടതല്ലേ, അറിഞ്ഞതല്ലേ? ഇവിടെയാണെങ്കിൽ ടിവിയും VCRും വീഡിയോ ക്യാമറയൊക്കെ ഇരിക്കാം. അതൊക്കെ പൊക്കിക്കൊണ്ടുപോയി പിന്നെ കുട്ടികളെ എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യും? ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യാം, ഇവിടുത്തെ സ്റ്റുഡന്റ് റാണിയുമായി അയ്യപ്പണ്ണ നല്ല കമ്പനിയല്ലേ? റാണി മാത്രമല്ലല്ലോ, ഹേമയും രജനിയും ഒക്കെ അയ്യപ്പണ്ണന്റെ ലിസ്റ്റിലുള്ളതല്ലേ? രാമദേവനല്ലേ? അയ്യപ്പണ്ണനല്ലേ കൂട്ട്. അവരുടെയൊക്കെ നില ദാരിദ്ര്യരേഖ കുരിഞ്ഞ് മുകളിലാണെന്നേ ഉള്ളൂ. റാണിയുടെ കേസ് അങ്ങനെയല്ല. കോടീശ്വരനായ കോൺട്രാക്ടർ വാമദേവന്റെ ഒരേ ഒരു മകളാണ് അവൾ. അയ്യപ്പണ്ണൻ വിചാരിച്ചാൽ അവളിൽ നിന്നും കുറച്ച് കാശ് നമുക്ക് മറിക്കാൻ പറ്റും. തൽക്കാലം നമുക്ക് പിടിച്ചേക്കാം. പിടിച്ചു നിൽക്കാൻ വാമദേവന്റെ മകളുടെ ഊന്നുവടി തന്നെ വേണോ? ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസ്റ്റീജ്. കടമായിട്ട് ചോദിച്ചാൽ മതി. 1 മാസത്തെ അവധിക്ക്. 1 മാസത്തിനുള്ളിൽ എവിടെ നിന്ന് കൊടുക്കും? എങ്കിലും ഒരു 3 മാസം പറ, അതിനുള്ളിൽ വഴി കാണാം. 3 മാസം കഴിഞ്ഞ് വഴി കണ്ടില്ലെങ്കിൽ? ഒരു 6 മാസം പറ, അതിനുള്ളിൽ വഴി കാണാമല്ലോ. 6 മാസം കഴിഞ്ഞ് വഴി കണ്ടില്ലെങ്കിൽ? പേര് വഴി ആദ്യം താൻ ചോദിച്ചോടാ, എന്നാലേ നിർത്ത്. അതൊന്നും വേണ്ട. സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുന്നതിലും അന്തസ്സാ ദുരസ്വാമി വന്ന് എല്ലാം തൂത്ത് വരിക്കൊണ്ട് പോകുന്നത്. പട്ടിണിയാണെന്ന് വെച്ചാൽ ആരെങ്കിലും ഭാര്യയെ ചുട്ടിന്നു? രാജിന്റെ അക്കൗണ്ടിൽ എത്ര രൂപ കാണും? അതിലുണ്ടായിരുന്നത് 100, 500 ഒക്കെ ആയിട്ട് വിത്ഡ്രോ ചെയ്തില്ലേ? കുറെ കാലമേ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ട്. തിരിഞ്ഞു നോക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അന്ന് മിനിമം ബാലൻസും പിന്നെ 100 300 കൂടുതൽ ഉണ്ടായിരുന്നുള്ളൂ. ബാങ്കിന്റെ മിനിമം ബാലൻസ് എത്രയാ? ATM കാർഡ് ഉള്ളതുകൊണ്ട് മിനിമം 5000 എങ്കിലും വേണമെന്നാ. അട്ടപ്പാടികൾക്ക് എന്തിനാ അക്കൗണ്ട്? അത് ക്യാൻസൽ ചെയ്ത് കിട്ടുന്നുണ്ട്. ആ ദൊരസ്വാമിയുടെ അണ്ണാക്കിലോട്ട് തള്ളു. അതെ, അതാ രാജബുദ്ധി. കാശ് വെള്ളം പോലെ വന്നടിയുമ്പോ നമുക്ക് എല്ലാ ബാങ്കിലും അക്കൗണ്ട് തുടങ്ങാം. അക്കൗണ്ട് ഉള്ളതുകൊണ്ടാ ചെക്ക് കൊടുത്തെങ്കിലും പലിശക്ക് കാശ് മേടിക്കാൻ പറ്റുന്നത്. മിടുക്കൻ. അതിന് ഇത്രയും വലിയ ബാങ്കിലെ ചെക്കൊന്നും വേണ്ട. 100 300 രൂപ കൊടുത്തൊരു കുഞ്ഞു ബാങ്കിൽ ഒരു കുഞ്ഞ് അക്കൗണ്ട് തുടങ്ങിയാ പോരെ? അത് ശരിയാ. നമുക്കുള്ളത് പോയി എടുക്കാം. വാ രാജേ. നീ പോയി ക്യാഷ് എടുത്തോണ്ടോ, ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാം. ചേട്ടന്റെ പേര് സെന്തിൽ എന്നല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, കണ്ടിട്ട് തമിഴ്നാടൻ സെന്തിൽ പോലെ ഇരിക്കുന്നു. എന്റെ പേര് ഷെൽവൻ. ഇവിടെ കമ്പ്യൂട്ടറിൽ കാർഡ് ഇട്ടാൽ പണം കിട്ടുവോ? അതകത്ത് മാനേജറോട് പോയി ചോദിക്കണം. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ അകത്തോട്ട് പോയിട്ടുണ്ട്. അയാൾ മാനേജറോട് ചോദിക്കും, കാർഡ് ഇടും, പണം എടുക്കും. പിന്നെ എന്തിനാ എന്നോട് ചോദിച്ചത്? പിന്നെ എന്ത് പണ്ടാരത്തെ തന്നെ ഇവിടെ നിർത്തിയേക്കണത്? ഇവൻ കാരണമായി ബാങ്ക് നന്നാകട്ടെ. $61,55,500 ബാലൻസ്. What can I do for you? I am Raj Mohan. My account number is 429731. Do you want to know your balance? No. എന്റെ അക്കൗണ്ടിൽ 61 ലക്ഷം വന്നതായി എൻട്രി കണ്ടു. Please wait. Yes, 61 lakhs plus your previous balance. What is the source? Wire transfer from Delhi. Wire transfer from Delhi? Can I meet the manager? Why not? May I come in, sir? Yes, come in. Please. എന്താ വേണ്ടത്?
ഞാൻ രാജ്മോഹൻ, ഇവിടെ അക്കൗണ്ട് ഹോൾഡറാണ്. ATM കാർഡുമുണ്ട്. എനി പ്രോബ്ലം? സാർ എന്റെ മേ ഐ കമിൻ സർ? യെസ്, ഇരിക്കൂ സാർ. ഒരു 5 മിനിറ്റ്. ടെൽ മീ സർ. എക്സ്ക്യൂസ് മീ, 12th ഞാനൊരു ചെക്ക് കളക്ഷൻ കൊടുത്തിരുന്നു. മുംബൈ ചെക്കാണ്. SPDയുടെ അന്തേരി ബ്രാഞ്ച്. റുപ്പീസ് 2,05,000. യു നോ ടുഡേ 13th. ഇന്ന് പാസ്ബുക്ക് എൻട്രി ചെയ്യാൻ വന്നപ്പോഴാണ് അറിയുന്നത് ചെക്ക് മടങ്ങിയെന്ന്. ചെക്ക് ബൗൺസ് ആയോ? നോ, ക്ലറിക്കൽ എറർ. മുംബൈക്ക് അയക്കേണ്ട ചെക്ക് കൽക്കട്ടയിലേക്കാണ് അയച്ചത്. താങ്കളുടെ ബാങ്ക് ഇങ്ങനെ ഇറസ്പോൺസിബിൾ ആകുന്നതിൽ ഖേദമുണ്ട്. സോറി സാർ, ഇത് എന്റെ ബാങ്ക് അല്ല, നിങ്ങളുടെ ബാങ്ക്. സാർ, എന്താണോ ഇത്? മുംബൈക്ക് പോകേണ്ട ചെക്ക് കൽക്കട്ടയ്ക്കാണ് പോകുന്നത്. ഡെസ്പാച്ചിങ്ങിൽ സംഭവിച്ച മിസ്റ്റേക്ക് ആണ് സാർ. തന്നെ കുറിച്ച് രണ്ടാമത്തെ കംപ്ലൈന്റാ. ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ആവർത്തിച്ചാൽ ഹെഡ് ഓഫീസിലേക്ക് ഞാൻ എഴുതും. സ്റ്റാഫിന്റെ ശ്രദ്ധ കുറവുകൊണ്ടാണ്. സാറിന് ബുദ്ധിമുട്ടിൽ ക്ഷമിക്കണം. ഇന്ന് തന്നെ സ്പീഡ് പോസ്റ്റിൽ ചെക്ക് മുംബൈക്ക് അയക്കാം. എന്നിട്ട് വിളിച്ചു ചോദിച്ചിട്ട് താങ്കളുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യാം. ക്യാഷ് ഉടനെ വിഡ്രോ ചെയ്യേണ്ട എമർജൻസി ഒന്നുമില്ല. എന്നാലും ശരിയാണ്, ഇങ്ങനെയുള്ള വീഴ്ചകൾ ക്ഷമിക്കാവുന്നതല്ല. ഓക്കെ, ഞാൻ ഇറങ്ങുന്നു. സർ, ഐ റിപ്പീറ്റ്, സോറി ഫോർ ദ ട്രബിൾ. സാരമില്ല. സർ, ഇത് എന്റെ ബാങ്ക് അല്ല, നിങ്ങളുടെ ബാങ്ക്. ഓക്കെ. ബോറടിച്ചു അല്ലേ? ഏയ്, ടെൽ മീ വാട്ട്സ് യുവർ പ്രോബ്ലം? സാർ എന്റെ അക്കൗണ്ട്. ഒരു മിനിറ്റ്, 2 ടീ വേഗം വേണം. ടെൽ മീ വാട്ട്സ് യുവർ സാർ, പ്രോബ്ലം? എന്റെ അക്കൗണ്ടിൽ ഞാൻ അറിയാതെ 61 lakhsന്റെ എൻട്രി കണ്ടു. ക്ലർക്കിനോട് ചോദിച്ചപ്പോ വയർ ട്രാൻസ്ഫർ ഫ്രം ഡൽഹി എന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ATM എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ എന്നാണ്. ആ മെഷീനിൽ കാർഡ് ഇട്ടാൽ ബാങ്ക് ജീവനക്കാരുടെ സഹായമില്ലാതെ ഏത് സമയത്തും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണമെടുക്കാം. അത് പണം ഉണ്ടെങ്കിലല്ലേ പിൻവലിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ ബീഡി വലിക്കാം. ഇതൊക്കെ വലിയവന്റെ ബാങ്ക് അല്ലേ, എപ്പാ വേണമെങ്കിലും വലിക്കാം. അതെ, അത്തപ്പാടിയായ രാജ് അവിടെ എങ്ങനെ അക്കൗണ്ട് തുടങ്ങി? സിനിമാ ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് അച്ഛനുമായി തെറ്റി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ 2 ലക്ഷം രൂപ എന്റെ പെട്ടിയിലുണ്ടായിരുന്നു. അമ്മ പലപ്പോഴായി സ്വരൂപിച്ച ആ തുക അച്ഛൻ അറിയാതെ എന്റെ പെട്ടിയിൽ വെച്ചു. സെന്റിമെന്റ്സ് അടിച്ച് മെന്റലാവാതെ കാർഡ് കമ്പ്യൂട്ടറിൽ ഇട്ട് ഞെട്ടിയത് എന്തിനാന്ന് പറ. കേൾക്കുമ്പോ നിങ്ങൾ ഞെട്ടരുത്. ഹേയ്, ഞങ്ങൾ അത്ര ദുർബലരല്ല. അല്ലേ? എന്റെ അക്കൗണ്ടിൽ 61,55,600 രൂപ ബാലൻസ്. അടിപൊളി എക്സിബിഷൻ. ആ കറക്ക് തൊട്ടില്ല എനിക്ക് ഒന്നും കൂടെ കയറണം. അതെ, രാജന്റെ അച്ഛൻ ഫ്രാൻസിൽ വന്നാൽ എനിക്കൊരു താങ്ക്സ് പറയണം. എത്ര പെട്ടെന്ന് അദ്ദേഹം കുപ്പയിൽ കിടന്ന അട്ടകൾ എടുത്ത് മെത്തേ കിടത്തിയത്. വെറും മെത്തയോ? ഫോറിൻ മെത്തയല്ലേ? ഇനി വേണം കാശില്ലാത്തതിന്റെ പേരിൽ നമ്മൾ അവഗണിച്ചവരുടെ മൂത്ത് നോക്കി നല്ല വർത്തമാനം പറയാം. ദൈവം ഒരു വഴി കാണിച്ചു തരുമെന്ന് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് വിശ്വാസം വന്നില്ലല്ലോ. സത്യം പറയാലോ, കർത്താവ് ഇത്ര പാസ്റ്റായിട്ട് ഇവന്റെ അച്ഛന്റെ മനസ്സ് മാറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. പിന്നെ കാശ് കണ്ടമാരെടുത്ത് വേസ്റ്റ് ആക്കരുത്, നമുക്കൊരു പടം പിടിക്കണം. സമാധാനപ്പെട്, ഈ വർഷം തന്നെ നമ്മുടെ പടം പുറത്തു വരും. മക്കളെ കേറ്. എന്തൊരു പരിപാടോ ഇത്? ചരമകളത്തിൽ ഫോട്ടോ വരുത്തണോ? റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞിട്ടാണല്ലോ പോകുന്നത്. ഒരു മിനിറ്റ്, ഒന്ന് ഇറങ്ങി വരുമോ? 1 മിനിറ്റ്, അതിനെന്താ വരാമല്ലോ. എന്താ? നമുക്ക് അങ്ങോട്ട് മാറിയേക്കാം. ഞാനിപ്പോ വരാം കേട്ടോ. മന്നെ ആഹാ, ഈ മഞ്ഞ ആരാ? നമ്മുടെ അയ്യപ്പണ്ണ നോക്കിയേ, തല്ലണടാ. ആക്ഷൻ. എന്താ പ്രശ്നം? അയ്യോ അയ്യോ, ചെറിയൊരു മയക്കത്തിനിടെ ഇത്രയും സംഭവിച്ചോ?
കാശ് വന്നു, പുറകെ പൊരിഞ്ഞ ഇടിയും. ആരൊക്കെയാ നമ്മളെ ഇടിച്ചത്? എനിക്കങ്ങോട്ട് അടിക്കാൻ വന്നവരെ പല തവണ ഞാൻ പരിചയപ്പെടാൻ ശ്രമിച്ചതാ. സമയം തരണ്ടേ? നമ്മൾ റൈറ്റ് സൈഡിലായിരുന്നു, റോങ് സൈഡിൽ വന്നത് അവരാ. അത് പിന്നെ ഏത് കണ്ണുപൊട്ടന് കണ്ടാലും അറിയാലോ. ആ വകുപ്പിലല്ല ഈ അടി. പിന്നെ അതാ ആലോചിക്കണ്ടേ. നേരം വിളിക്കട്ടെ. ആലോചിക്കാനാ? എന്തിനാ വെറുതെ ആലോചിച്ച് തലയ്ക്ക് ഓവർലോഡ് കൊടുക്കുന്നത്? ആ ജോത്സ്യൻ രാമഭദ്രനെ പോയി കണ്ടാ പോരെ? ജാതകം നോക്കാനാണോ? അതിന്റെ ആവശ്യമില്ല. അയ്യപ്പണ്ണനെ ഏഴാണ്ട ശനിയുടെ അപകാരമാ. അതിനല്ലടാ കഴുത, നമ്മളെ ഇടിച്ചവരാരാണെന്ന് അറിയാനാ ജോത്സ്യനെ കാണാൻ പറഞ്ഞത്. ഇപ്പോഴെങ്കിലും ഇങ്ങോട്ട് എഴുന്നള്ളാൻ തോന്നിയല്ലോ എന്റെ മോന്. അത് ഈ ഉള്ളവന്റെ മിടുക്കൊണ്ടാണമ്മേ. അതിനമ്മ ഇവിടെ ഇല്ലായിരുന്നല്ലോ. പോടാ അവിടുന്ന്. ഞങ്ങൾ വന്നിട്ട് ആഴ്ച 2 ആ നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട, ഞകത്തോട്ട് വാ. ഇതറിയാനാണോ അച്ഛനില്ലെന്ന് ഉറപ്പ് വരുത്തി നീ ഇങ്ങോട്ട് പോകുന്നത്? അപ്പോ അച്ഛൻ എന്റെ അക്കൗണ്ടിൽ പണമൊന്നും ഇട്ടില്ലെന്നാണോ അമ്മ പറയുന്നത്? അതിന് നിന്റെ അക്കൗണ്ട് നമ്പർ അച്ഛൻ അറിയണ്ടേ? അറിഞ്ഞാ തന്നെ ഇത്രയും പണം ഇടുവെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അറിയല്ലേ അച്ഛന്റെ സ്വഭാവം. ഞങ്ങള് ടൂറ് പോകുന്നതിന് മുമ്പ് നീ വരുമെന്ന് കരുതിയതാ. അമ്മേ, ടൂറ് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന അച്ഛനും അമ്മനും കാണണമെന്ന് ഇവൻ നിർബന്ധം പിടിച്ചതാ. എങ്ങനെ വരാൻ പറ്റും? 1-2 പടത്തിന്റെ ഡബിങ്ങും എഡിറ്റിംഗും ഒക്കെ. ഒന്ന് നിർത്ത്. ഞാൻ എങ്ങനെ വരും? ഞാനെങ്ങാനും ഇവിടെ വന്നു എന്ന് അച്ഛൻ അറിഞ്ഞാ പിന്നെ അമ്മയ്ക്ക് ഇവിടെ സമാധാനമായിട്ട് കഴിയാൻ പറ്റുമോ? ആ എല്ലാം എന്റെ വിധിയാ. സിനിമാ ഭ്രമം മതിയാക്കി അച്ഛനോട് വന്ന് മാപ്പ് പറഞ്ഞൂടെ നിനക്ക്? ഇത്രയായിട്ടോ? ഇതിലൊരു വിജയം കാണാതെ അച്ഛനെ ഫേസ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല. അച്ഛന്റെ വാശി തന്നെയാണല്ലോ നിനക്കും. ഇന്ന ഇത് വെച്ചോ. ഒന്നും ഇപ്പൊ മിച്ചം വെക്കാൻ ഒക്കുന്നില്ല. എല്ലാത്തിനും കണക്ക് പറയണം. എന്നിട്ടും ഇത് നിനക്ക് വേണ്ടി. വേണ്ടമ്മേ, ഇപ്പോ കാശിനൊന്നും ബുദ്ധിമുട്ടില്ല. ഇത് വെച്ചോടാ മോനെ. ആരാ എവിടുന്നൊക്കെയാന്നറിയാതെ നിന്റെ അക്കൗണ്ടിലേക്ക് വന്ന പണം ചെലവാക്കുന്നത് ശരിയാണോ മോനെ? അമ്മേ, ഇവന്റെ ഷെയറായി അച്ഛൻ ഇട്ടതാണെന്ന് ഞങ്ങൾ ഉറപ്പ് പറഞ്ഞുകൊണ്ടായി എടുത്തത്. പണത്തിന് കുറെ ആവശ്യം ഉണ്ടായിരുന്നമ്മേ. കൃത്യമായിട്ടുള്ള സോഴ്സ് അറിയാതെ ഇനി അതിൽ നിന്ന് ഒരു പൈസ പോലും എടുക്കില്ല. പോരെ? വിവരം എന്താണെന്ന് അറിഞ്ഞാലുടൻ അമ്മയെ വിളിച്ചറിയിക്കണം. അറിയിക്കാം. പോവാ. ഒരു പിടിയും കിട്ടുന്നില്ല ആ പണത്തിന്റെ ഉറവിടം. ഞാൻ ആലോചിക്കുകയായിരുന്നു. ഞാനും ഒന്ന് ആലോചിക്കട്ടെ. അതിലിത്ര മൂവ്മെന്റ്സ് എന്നാത്തിനാ? ആലോചിക്കുമ്പോ ഞാൻ മൂവ്മെന്റ്സ് ഇടും. ഞാൻ മൂവ്മെന്റ്സ് ഇടുന്ന ഫാമിലി പെട്ടതാ. ശരിക്കും ഇവിടെ പോകേണ്ടത് ചെടിക്കാമാ. ചെടിക്കാം. ഒന്നും മിണ്ടായിരടാ. ഞാൻ മേടിക്കാം. ഇടയ്ക്കെന്റെ ക്ലോസപ്പ് കെട്ടിക്കണം. എന്നാ ക്ലോസപ്പ്? തമാശ ചേർത്ത്. കാശ് വരിക, അതെവിടെ നിന്നാണെന്ന് അറിയാതിരിക്കുക. പിന്നെ അപരിചിതരുടെ അടി വരിക. സ്വന്തം അച്ഛനാണ് കാശ് ഇട്ടെങ്കിൽ അടി വരുമോ? അടി വരാൻ പ്രത്യേകിച്ച് വഴി വല്ലതും വേണോ? അത് യാത് ഊട് വഴി കൂടെ വരും. വിത്ത് കമ്പിപ്പാര. അയ്യേ അയ്യപ്പൻ ചേട്ടാ. അയ്യേ അയ്യപ്പൻ ചേട്ടൻ എന്നല്ല, IV അയ്യപ്പൻ ചേട്ടൻ. IV ആണ് എന്റെ ഇൻഷ്യൽ. ഇനി എൻസിൽ പിടിച്ചോ. നിന്റെ ഒന്നും മിണ്ടാതിരിക്കേ. അച്ഛനല്ല പണം ഇട്ടത്. ഇട്ടിരുന്നെങ്കിൽ അമ്മ പറയാതിരിക്കില്ല. ക്യാമറ എന്റെ ഫേസിലേക്ക് സൂം ചെയ്യാമെങ്കിൽ ഞാൻ അതിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്താം. സഹോദര, ഫിലിമിനൊക്കെ ഇപ്പൊ വലിയ വിലയാണ്. വേസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതും ഇങ്ങനൊരു ഫേസിലേക്ക്. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാവുന്നൊരു പടം ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴും. ഇല്ലാതെ ഇവിടെ പടം പിടിക്കുന്നില്ലേ? പിന്നെന്താ ഫിലിമില്ലാതെ ഷൂട്ട് ചെയ്താല്? ഷൂട്ട് ചെയ്യാം, പക്ഷെ അതിനൊരു റൈഫിൾ മേടിക്കണം. ബാങ്കിൽ ഇഷ്ടം പോലെ പൈസ കിടപ്പുണ്ട്. എന്നാ അതിൽ നിന്ന് കുറച്ച് പണം എടുത്ത് ആ ദ്വരസ്വാമിയുടെ ത്വര തീർക്ക്. ത്വരയെന്ന് വെച്ചാൽ എന്തുവാ? ത്വരന്ന് വെച്ചാൽ അണ്ണ ഇപ്പൊ ബാങ്കിലെ ബാലൻസ് നോക്കിയായിരുന്നോ? നോക്കി. 1 കോടിയാണ് ബാലൻസ്. നല്ലൊരു കുക്കായിരുന്നു. ഇവന്റെ തിരക്കഥ കേറി. ഇത് കഴിഞ്ഞ മാസത്തേലേ ഉള്ളൂ. ഈ മാസത്തെ എന്തിയെ? അടുത്ത മാസം തരാം. അപ്പൊ അടുത്ത മാസത്തെയോ? അതിന്റെ അടുത്ത മാസം തരാം. നിങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങിയാ ഇതെങ്ങനെ മുന്നോട്ട് പോകും? മോളും എന്റെ ക്ലാസ്മേറ്റാ. ഫീസ് പിരിക്കാൻ ഒരാളെ വെച്ച് ശമ്പളം കൊടുക്കാനില്ലാത്തതുകൊണ്ടാ മോളെ വെച്ചിരിക്കുന്നത്. അതും അയ്യപ്പൻ സാറുമായിട്ട് ലൈനായത് കാരണം. മോള് ഫീസ് കൊടുക്കണ്ട, പക്ഷെ ഞങ്ങളോട് ഫീസ് ഇറക്കരുത്. ഹലോ, എന്താ സ്വപ്നം കാണുകയാണോ? സോറി സർ, വെറുതെ ഇരുന്നപ്പോ സമയം കളയാൻ വേണ്ടി ഒരു അത് നല്ലതാ. പണം മുടക്കില്ലാതെ കാണാവുന്ന ഒന്നേ ഉള്ളൂ സ്വപ്നം. ആട്ടെ, എത്ര രൂപ പിരിഞ്ഞു? 5
പേര് തന്നു. ബാക്കിയുള്ളവരൊക്കെ 2-3 ദിവസത്തെ അവധി പറഞ്ഞിരിക്കുക. അഭിനയം പഠിക്കാൻ വന്നവരൊക്കെ നന്നായിട്ട് സെന്റിമെന്റ്സ് അഭിനയിക്കുന്നുണ്ട്. ഇന്ന് ആകെ കിട്ടിയത് 1000 രൂപയാ. വല്ല മനസ്സിലായോ? ഇല്ല. ഇല്ല. ഇതാണ് ബീഭത്സരസം. ഒന്ന് കാണിച്ചേ. ഈ മുഖത്തത് വരുമെന്ന് തോന്നുന്നില്ല. കുറെ കാലം പിടിക്കും. ഒന്ന് പ്രാക്ടീസ് ചെയ്. എന്താടാ ഇത്? എടാ രാജേ, ഒരു പുതിയ അഡ്മിഷൻ. അടിപൊളി. മാർജിൽ ചെത്തി വന്നിരിക്കുന്നു. ആണോ പെണ്ണോ? അയ്യേ, ആണാണെങ്കിൽ ഞാൻ ഇത്രയും ഡീറ്റെയിൽസ് പറയോടാ മണ്ട. അതെനിക്ക് തോന്നി. ഇത് പെണ്ണ്, ഒറിജിനൽ പെണ്ണ്. എന്റെ അമ്മയാണ് സത്യം. പെണ്ണ് തന്നെ. അയ്യോ, ഒന്ന് നോക്ക് നീ. നോക്ക്, വാ വാടാ. അടിപൊളി യമുണ്ടൻ ഗോൾക്കണ്ട. വാടാ. ഇതൊക്കെ എന്റെ സങ്കല്പത്തിലുള്ള അവയവങ്ങളാണല്ലോ. ആ സൈസിൽ ഒരെണ്ണം ഇവിടെ. ഹലോ മാഡം. അയ്യോ, ഇത് വെച്ച് അന്ധനായിപ്പോ. എവിടെ? Well done. Fantastic. പെർഫോമൻസ് വളരെ നന്നായിരിക്കുന്നു. You fantastic, you horrible. മറന്നല്ലോ. ഈ ഒരു ആടിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ? അല്ല, 4-5 ചെയ്തു. ഇതാ ലേറ്റസ്റ്റ്. നെക്സ്റ്റ് വീക്ക് ടെലികാസ്റ്റ് ചെയ്യും DD1-ൽ. ഈ ആഡ് ഫിലിം മേക്കിംഗിൽ ഞാൻ വളരെ എക്സ്പെർട്ടാ. എന്റെ ആഡ് ഫിലിം വല്ലതും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. സ്വർണ്ണ കുരിശ് വെച്ച് ഒരു ശവപ്പെട്ടിയുടെ ആഡ് മാഡം കണ്ടിട്ടുണ്ടോ? അത് മിസ്റ്റർ ഡൊമിനിക് IAS-ന്റേതാണ്. ആ ശവപ്പെട്ടിയിൽ മോഡലായിട്ട് കിടന്നതും അദ്ദേഹം തന്നെയാണ്. അയ്യപ്പൻ സാർ. ആട്ടെ, മിസ് നാൻസി പെരേരയ്ക്ക് ഇവിടെ ഏത് കോഴ്സിനാ ചേരേണ്ടത്? All about cinema, direction, cinematography, editing, choreography and acting. ടൗണിലുള്ള കളർമ അഡ്വർടൈസിംഗ് കമ്പനിയിൽ കോപ്പി റൈറ്ററായിട്ട് എനിക്കൊരു ജോബ് ഉണ്ട്. അവരുടെ ചില ആഡുകളിൽ മോഡൽ ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ 3 ദിവസം പോയാൽ മതി. അവരാ അപ് ടു ഡേറ്റ് ഫിലിം അക്കാദമിയെ കുറിച്ച് എന്നോട് പറഞ്ഞത്. കേരളത്തിൽ വളരെ പ്രശസ്തമായ രീതിയിൽ നടത്തുന്ന ഏക ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്. പൂന അടയാർ. ഇത് കഴിഞ്ഞാൽ പിന്നെ ആധികാരികമായി നടക്കുന്ന ഒരേ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതാണ്. ഇവിടെ നിന്നാണ് ശിവാജി ഗണേശൻ, അംജദ് ഖാൻ, മുംതാസ് ഖാൻ ഇവരൊക്കെ പാസ്സായി പോയത്. സ്വല്പം വാടക കുടിശ്ശിക ഉണ്ടോന്ന് ചോദിച്ചാൽ അയ്യപ്പ എന്താ പറഞ്ഞത്? അല്ല, വാടക കുടിശ്ശിക ഒരു ഡോക്യുമെന്ററി മിസ്റ്റർ ഡൊമിനിക് ഇവിടുത്തെ സ്റ്റുഡൻസിനെ വെച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം. എന്തോന്ന് പറയും ഇംഗ്ലീഷിൽ? അയ്യപ്പ. അപ്പൊ ഞാൻ ഫീസ് റെമിറ്റ് ചെയ്യട്ടെ സർ? ആയിക്കോട്ടെ. തീർന്നോ? എടാ തോട്ടപ്പള്ളി ഒരു ഫുള്ള് മേടിക്ക്. ഒരു ഫുള്ളിനുള്ള കാശ്. ഒരു 2 മേടിച്ചോ, നാളെ കിട്ടൂല. ഒക്ടോബർ 2. അപ്പോ അടിച്ച് തീർക്കാൻ തന്നെ അങ്ങ് തീരുമാനിച്ചു അല്ലേ? ഇന്നൊരു പുതിയ അഡ്മിഷൻ ആകുന്ന ദിവസമല്ലേ. നമ്മുടെ സ്ഥാപനത്തിൽ ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു ആധുനിക യുവ സുന്ദരി. എനിക്കാണ് ഭയങ്കര മൂടാണ്. നിനക്കുണ്ടോ എനിക്ക്? നിലത്തിരുന്ന് എന്റെ മൂഡ് കഴിച്ചു. ഒരു 3 കൂടി വിട്ടാ എന്റെ വേദന മാറും. കട അടയ്ക്കും സാർ, കാശിതാ. ഒരു 4 കൂടെ വിട്ടിട്ട് വേണം ആ ക്ലൈമാക്സ് ഒന്ന് ഫിനിഷ് ചെയ്യാൻ. ആന്റി ക്ലൈമാക്സാ. ആന്റിയാണോ ക്ലൈമാക്സ് എഴുതുന്നത്? എന്ത് പ്രായം വരും? ആന്റിക്ക് വെള്ളെഴുത്തേ ഉള്ളൂ, തിരക്കഥ എഴുത്തില്ല. അയ്യോ, ഇതുകൊണ്ട് നിർത്തിക്കോണം. ഒരു പൈന്റും ഒരു ബിയറും. അപ്പൊ രാജന് മൂടുണ്ടല്ലേ? അവളെ കണ്ട ആർക്കാ മൂഡ് ഉണ്ടാവാത്തത്? വേണ്ട, നാൻസിയുടെ മേൽ ആരും സ്വപ്നം നെയ്യണ്ട.
രാജിന്റെ മനസ്സിലും ആ പെണ്ണേറി പറ്റിയല്ലേ? തുറന്നു പറ മോൻ, അങ്ങനെ എന്തെങ്കിലും മോഹം ഉണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ തേയിലിട്ട് ഞങ്ങൾ അങ്ങോട്ട് മാറിക്കോളാം അല്ലേ അയ്യപ്പേട്ട? മാറിയോ? ഞാൻ തിളപ്പിച്ച് കുടിച്ചോളാം. കട്ടൻ ചായയാണേലും വിരോധമില്ല. ഒന്ന് ശ്രമിക്കും ഒരു ചാൻസ്. തന്തയില്ലായ്മ പറയരുത്. അണ്ണന്റെ ചെലവിലാണ് നമ്മളിപ്പോ കഴിയണത്. കാറും മേടിച്ച് അനാപത്ത് ചെലവും കഴിച്ച് 58 ലക്ഷത്തിന്റെ പ്രഭുവായി ഇരിക്കുന്നത്. മനസമാധാനമായിട്ട് ഒരു ബിയർ കഴിക്കാൻ സമ്മതിക്കത്തില്ലല്ലോ. നീ കഴിച്ചോടാ രാജേ. ഓക്കെ, രാജിന് വേണ്ടി ഞാൻ എന്റെ മോഹങ്ങൾ തൃണോളിൽ ഗണിച്ചിരിക്കുന്നു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാനൊരു വിരഹകാലം പാടി ഫിനിഷ് ചെയ്യാം. എന്തിനാ കരയുന്നത്? പാട്ട് പാടിയതല്ലേ? ഒരു അധ്യാപകന് വിദ്യാർത്ഥിയോട് പറയാവുന്നതാണോ എന്നറിയില്ല. ഒത്തിരി കുട്ടികൾ വന്നുപോയി. ഇപ്പോഴുമുണ്ട് എന്നോടെടുക്കാൻ ശ്രമിക്കുന്ന പലരും. എന്തോ അവരോട് ആരോടും തോന്നാത്ത ഒരടുപ്പം. വിദ്യാർത്ഥിക്ക് അധ്യാപകനോടല്ലേ ആദ്യം ആ അവിവേകം തോന്നിയത്? അതെയോ? അതെ, സത്യം പറയാലോ, സിംഗപ്പൂരിൽ ഒരുപാട് പേര് എന്റെ പിന്നാലെ കൂടിയതാ. എന്റെ മനസ്സിലൊരു പാടുപോലും വീഴ്ത്താൻ ഞാൻ അനുവദിക്കാതെ അവരെയൊക്കെ ആട്ടിപ്പായിച്ചു. ചിലരുടെയൊക്കെ നേർക്ക് എനിക്ക് ചെരുപ്പ് ഉരുണ്ടി വന്നിട്ടുണ്ട്. സിംഗപ്പൂരും ഉണ്ടോ ഈ ചെരുപ്പ് പ്രയോഗം? പെട്ടെന്ന് എടുക്കാൻ അവന് വെപ്പൺ അതല്ലേ. കുറച്ചു ദിവസത്തെ അടുപ്പമേ ഉള്ളുവെങ്കിലും എല്ലാം തുറന്നു പറയുന്ന നാൻസിയുടെ ഈ പ്രകൃതം എനിക്ക് ഒത്തിരി ഇഷ്ടമായി. എന്റെ ഭാഗ്യം. Really, believe me, I love you very much. ഞാൻ നാൻസിയെ ക്ഷണിക്കുന്നത് ലൈഫ് പാർട്ട്ണറായിട്ടാണ്. നമ്മളിൽ ഒരാൾ ഇല്ലാതാകുന്നതുവരെ. കരളിലെഴും കനവുകള് കഥയെഴുതും കരിമിഴി കൺതുറന്നു താമരപ്പൂവ് നാണത്തിനാരു തന്നി താമരപ്പൂവ് കരളിലെഴും കനവുകള് കഥയെഴുതും കരിമിഴി കൺതുറന്നു താമരപ്പൂവ് നാണത്തിനാരു തന്നി താമരപ്പൂവ് മാതളമലരിനെ തൊട്ടിലാട്ടാൻ മാധവമണയുമ്പോ പിച്ചകവള്ളിക്കുടിലിൽ താരകൾ മുട്ടുപതിക്കുമ്പോൾ കരളിലെ കനവുകള് കഥയെഴുതും കരിമിഴി കൺതുറന്നു താമരപ്പൂവ് നാണത്തിനാരു തന്നി താമരപ്പൂവ് ചന്ദ്രിക മാഞ്ഞു കഴിഞ്ഞു രാക്കിളി പോവുകയാ വൃശ്ചികമല്ലേ കുളിരലവൻ നീ മലയെ പൊതിയില്ലേ
കണ്ടുറന്നു താമരപ്പൂവ് നാണത്തിനാരുതന്നി താമരപ്പൂവ് അമ്മ ഇന്നലെയും അമ്പലത്തിൽ പോയി മനമുരുകി പ്രാർത്ഥിച്ചു അല്ലേ? അതുകൊണ്ടാ ഇന്നെനിക്ക് വരണമെന്ന് തോന്നിയത്. എന്റെ മോന്റെ ഇഷ്ടത്തിന് ഈ അമ്മ എന്നെങ്കിലും എതിര് നിന്നിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടായി. എവിടെയായാലും നീ സുഖമായിട്ടിരിക്കുന്നു അറിഞ്ഞാ മതി ഈ അമ്മയ്ക്ക്. എന്റെ മോൻ മോളുടെ കഴുത്തി താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്ക്. അമ്മ വിഷമിക്കണ്ട, വിവാഹം എന്നാണെന്ന് മുൻകൂട്ടി അറിയിക്കും. അമ്മയും അച്ഛനും ഉണ്ടാവണം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. അച്ഛൻ എസ്റ്റേറ്റിലുണ്ട്. പോകുന്ന വഴിക്കല്ലേ, കണ്ടിട്ട് പോയാ മതി. അച്ഛനെ നിഷേധിച്ചതിന് ഞാൻ ശരിക്കും അനുഭവിച്ചു. എല്ലാ തെറ്റുകൾക്കും എനിക്ക് മാപ്പ് ചോദിക്കണം. ആ, ഇനിയും വൈകിക്കുന്നില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ അമ്മേ. വരട്ടെ അമ്മേ. പിടിച്ചോളൂ. ഈ തിരക്കഥാരചന പഠിപ്പിക്കാൻ ഇവിടെ ഒരു അധ്യാപകനില്ല. അത് മാത്രമാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പോരായ്മ. തോട്ടപ്പള്ളി ചേട്ടൻ തിരക്കഥ എഴുതാൻ ശ്രമിക്കുന്ന ആളല്ലേ, അറിയാവുന്ന നിങ്ങൾക്കും കൂടി പറഞ്ഞതാ. അങ്ങനെ ചുമ്മാതെ അങ്ങ് പഠിപ്പിക്കാനുള്ളതല്ല തിരക്കഥ. ജന്മനാ ഉള്ള എഴുത്തു ഗുണം വേണം. ചേട്ടനതുണ്ടോ? പിന്നെ എന്റെ അച്ഛൻ ആധാരമെഴുത്താശാനായിരുന്നു. വല്യച്ഛൻ നിലത്തെഴുത്താശാനായിരുന്നു. ചെറിയച്ഛൻ വെള്ളെഴുത്താശാനായിരുന്നു. അമ്മയുടെ അച്ഛൻ കളമെഴുത്താശാനും. ആ ശരി എഴുതിക്കോ. ഈ തിരക്കഥ എന്ന് പറയുന്നത് തിരക്കിട്ടെഴുതുന്ന ഒരു തരം കഥയാണ്. അത് ഈ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ ആൾക്കാരുടെ കലിപിലി ശബ്ദത്തിലും ജനറേറ്ററിന്റെ കിറി ശബ്ദത്തിലും മാത്രമാണ് ശരിയായ യഥാർത്ഥ തിരക്കഥ എഴുതുന്നത്. അപ്പൊ ഹോട്ടലിൽ വെച്ച് എഴുതുന്നതോ? എഴുതിക്കോളൂ. ഹോട്ടലിൽ വെച്ച് എഴുതുന്നത് ഹോട്ടലിൽ വെച്ച് എഴുതുന്നത് അത് തിരക്കഥയല്ല, തിരക്കടിയാണ്. പ്രൊഡ്യൂസറുടെ കാശ് തീരുന്നതിന് മുമ്പ് തിരക്കിട്ട് അടിച്ചു തീർക്കുന്നതിനെയാണ് തിരക്കടി എന്ന് പറയുന്നത്. 1 minute, ഞാൻ വന്നിട്ട് സീൻ എങ്ങനെ ഡിവൈഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. അവിടെ എന്തോ ഡൗട്ട് ഉണ്ട്. ഗുഡ് മോർണിംഗ് സാർ. നിന്റെ പെടലിയുടെ നീളം ഞാൻ കുറയ്ക്കും. വന്നു ക്ലാസ്സിൽ കയറി കളിക്കുന്നത്. അയ്യപ്പ സാറും ഡൊമിനിക്കാതെ കളിക്കുന്നതോ? അവർക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അവരെ ഞാൻ സഹിക്കുന്നതിനാണോ നീ കയറി വിളയാടുന്നു? കണ്ട അണ്ടനും അടവനും ഒക്കെ പഠിപ്പിക്കാനുള്ളതല്ലേ മലയാള സിനിമ, മനസ്സിലായോ? സാറിനെ പോലെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്നും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ നമുക്ക് ഡിഗ്രി എടുക്കാൻ പറ്റുമോ? എന്നാലേ ഉസ്മാനിയായി പോയി എടുക്ക. തിരുവനന്തപുരത്ത് താഴേക്കിടും. ഒന്നും മിണ്ടാതെ ഇവിടെ ഒതുങ്ങിയിരുന്നോണം. കുട്ടികൾ സഹിക്കുന്നു കരുതി അവരെ കൂടുതൽ പീഡിപ്പിക്കരുത്. ഉള്ള കഞ്ഞി പാറ്റ ഇടല്ലേ മോനെ. Who are you? മനസ്സിലായില്ലല്ലോ. ഞാൻ രാജ്മോഹൻ. നാൻസി ഇവിടെ അല്ലേ താമസം? യെസ്. നാൻസിയുടെ ആരാ നിങ്ങൾ? കസിന. കസിനാണോ? നൈസ് ടു മീറ്റ് യു. പ്ലീസ് കം. താങ്ക് യു. ബെറ്റി. യെസ് ഡാർലിംഗ്. ആരാ നമ്മുടെ ഗസ്റ്റ്? യു സി, ഇത് നമ്മുടെ നാൻസി മോളുടെ കസിനാ. ഹലോ, ഗ്ലാഡ് ടു മീറ്റ് യു. നൈസ് ടു മീറ്റ് യു. നെയിം പ്ലീസ്? രാജ്.
ബെറ്റി ഡാർലിംഗ്, നാൻസി മോളെ വിളിക്കൂ. നാൻസി മോൾ ധാരാ വന്നിരിക്കുന്നേ നോക്കിയേ. ഇരുന്ന് മുഷിഞ്ഞോ? ഏയ്, ഈ ഒരു വരവിന് വേണ്ടി കാത്തിരിക്കായിരുന്നു ആ, ഞാൻ. ഞാൻ പറഞ്ഞ ആ വീടിന്റെ കാര്യം. അങ്കിൾ ആന്റി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ഓഫ് കോഴ്സ്, പോയിട്ട് വരൂ. താങ്ക് യു. ബൈ ബൈ. ബൈ ബൈ. അങ്കിൾ. ബൈ. നല്ല കസിൻസ്. ഏതായാലും രണ്ടും നല്ല മാച്ചിങ്. യെസ് യെസ്, നമ്മളെ മാതിരി. അങ്കിളും പറ്റിയാണ്ടി ഇപ്പൊ അറിയണ്ട. അതാ പുറത്തുപോയി സംസാരിക്കാന്ന് പറഞ്ഞത്. അവരോട് ഞാൻ സാവധാനം പറഞ്ഞോളാം. 3 മാസത്തെ പരിചയമുള്ളൂവെങ്കിലും അവർക്ക് എന്നോട് എന്ത് സ്നേഹാന്നറിയോ? നാൻസി ആരും സ്നേഹിച്ചു പോകും. അതിന് ഞാൻ നിന്നോടുക്കണ്ടേ? ഏത് നേരത്തും കാർഡിട്ടാൽ പണം കിട്ടുന്ന രാജിന്റെ ATM അക്കൗണ്ട് പോലെയാണ് ഞാനെന്ന് കരുതിയോ? ഏയ്, പരിഭവിക്കണ്ട. നാൻസി അങ്ങനെയല്ലെന്ന് എനിക്ക് നന്നായി അറിയാം. ഇപ്പോ സ്വസ്ഥത കെടുത്തുന്നത് എന്റെ അക്കൗണ്ടിൽ വരുന്ന പണമാണ്. എന്തിനാ രാജേ ആവശ്യമില്ലാത്ത ടെൻഷൻ? അക്കൗണ്ട് നമ്പർ തെറ്റി വന്നതാണെങ്കിലും കണ്ണു അടച്ച് അതിങ്ങ് എടുത്തോ. എന്നിട്ട് വീഡിയോ കോംപ്ലക്സിന് ഫൗണ്ടേഷൻ ഇടാൻ നോക്ക്. ഇല്ല, എടുത്തതെടുത്തു. അതും അച്ഛനിട്ടതാന്ന് കരുതിയാ. അതിന്റെ കുറ്റബോധം ഇനിയും വിട്ടുമാറിയിട്ടില്ല. ഇപ്പോ ശരിക്കും ഞെരുക്കമുണ്ടെങ്കിലും പണം കണ്ടു തന്നെയാ ഞാൻ വളർന്നത്. എന്റെ അക്കൗണ്ടിൽ ഇത്രയധികം തുക എങ്ങനെ വന്നു എന്നറിയാതെ ഇനിയൊരു പൈസ പോലും എടുക്കില്ലെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്. നന്നായി രാജ്. ഞാൻ പണത്തിന് ആർത്തിയുള്ളൊരു പെണ്ണാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. ഒന്നും വിശദീകരിക്കണ്ട. നാൻസി എനിക്ക് നന്നായി അറിയാം. ആ, എന്നാ വീട് മാറുന്നത്? നെക്സ്റ്റ് വീക്കിലാകാം. അതിനു മുൻപ് വീടൊന്ന് കണ്ടാ കൊള്ളായിരുന്നു. അതിനെന്താ, ഇപ്പൊ തന്നെ പോകാം. രാജിന്റെ സെലക്ഷൻ കലക്കി. നല്ല വീട്, ഫർണിച്ചറും ഫോണും ഒക്കെ ഉള്ളൊരു വീട് കുറഞ്ഞ റെന്റിന് കിട്ടുക എന്ന് പറഞ്ഞാ വിശ്വസിക്കാനാവുന്നില്ല. പക്ഷേ 1 വർഷത്തേക്കേ കിട്ടൂ. ഓണർ ഗൾഫിൽ നിന്ന് മടങ്ങി വന്നാൽ വെക്കേറ്റ് ചെയ്യേണ്ടി വരും. അത് സാരില്ല. അതിനു മുൻപ് രാജന്റെ വീട്ടിൽ ഈ ഉള്ളവൾക്ക് ഒരു ഇടം കിട്ടാതിരിക്കുമോ? തീർച്ചയായും. லவ்லியே குண்டு மல்லியே லவ்லி சொல்லடி பேட்டி பேட்டி அந்த பாட்டு பாடுறா. ஏடா திருட்டு முண்டமே, தெரியுமா? நீ சொன்ன டேட் எல்லாம் முடிஞ்சாச்சு. கொஞ்சம் காசு என்று என்னை ஏமாத்தி நீ காரும் வாங்கி லவரையும் குட்டி பேரா லவ்லியே குண்டு மல்லியே. സ്വാമി പ്ലീസ്. ஏறா என்னோட ரெண்டு. സ്വാമി, ഞാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. പ്ലീസ്. நீ வர வேண்டாம். என்ன படம் எனக்கு நல்லா தெரியும். டேய் டேய், முதல்ல காரண கீ கொடுறா. സ്വാമി, അത് ഞാൻ പണം തരാം സർ, പ്ലീസ്. வேண்டா, நீ பணம் தர வேண்டாம். எனக்கு பணமே தேவையில்லை. எனக்கு உன்னே போதும். வாடி கண்ண. அந்த விஷயமா? ஆமாடா. அப்ப ஃபேர் அண்ட் லவ்லியே குண்டு மல்லியே பேச்சு பேச்சு. அடிடா, பாத்துக்கிட்டு நிக்கிறியா? அடிடா. வாடிங்க, உன்னை நான் விட மாட்டேன். வாடிங்க. എന്താ മോനെ? என்னடா நடிப்பா? என் ராசா. நான் தேவையா? போடா. தேவையா? போடா. முதலாளி.
താങ്ക് യു. ആ ദൊരസ്വാമി ഇനി അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയുള്ള ഓരോ നിമിഷവും നിർണായകമാണ്. അയാളെ എതിർത്ത് നിൽക്കാൻ നമുക്ക് പറ്റില്ല. പണം കൊടുത്ത് എങ്ങനെ ഒത്തീർപ്പാക്കുന്ന നല്ലത്. ഇല്ല, ഇനി ഇവിടെ തുടരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്ങനെയെങ്കിലും ഇടപാട് തീർത്തിട്ട് മറ്റൊരിടം അന്വേഷിക്കാം. അതാ നല്ലത്. പക്ഷെ കാശ് എവിടുന്ന? ബാങ്കിൽ നിന്ന് പണം എടുക്കില്ല എന്ന വാശിയിലല്ലേ രാജ്? വാശി മാതർച്ചൊന്നും നോക്കേണ്ട സമയമില്ലത്. ആ എരപ്പയുടെ ഇടപാട് തീർക്കാൻ ഒരു ചെക്ക് എഴുതി കൊടുക്കും. ആ ഇല്ല, അമ്മയോട് ഞാൻ വാക്ക് പറഞ്ഞതാ. വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ രാജ്. അമ്മയുടെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? വേണ്ട, രാജനെ നിർബന്ധിക്കണ്ട. പിന്നെ അയാളുടെ ഇടപാട് എങ്ങനെ തീർക്കും? സിംഗപ്പൂരിലെ എന്റെ അക്കൗണ്ടിൽ നിന്നും ക്യാഷ് ട്രാൻസ്ഫർ ആയി വന്നിട്ടില്ല. കയ്യിൽ കരുതിയിരുന്നത് ഏതാണ്ട് തീരുകയും ചെയ്തു. ഒരു കാര്യം ചെയ്യാം, ഇപ്പൊ തന്നെ ഡാഡിയെ വിളിച്ച് ഉടനെ കുറെ പണം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. എത്ര സ്പീഡിൽ അയച്ചാലും പണം ഇങ്ങെത്താൻ 2-3 മാസം കൊടുക്കും. സിംഗപ്പൂരിലെ സ്ഥലം. പണം വരുന്നത് വരെ അയാൾ അടങ്ങിയിരിക്കുന്നു എനിക്ക് തോന്നണില്ല. എന്ത് സംഭവിക്കാം. രാജ്, 1 minute പ്ലീസ്. കടത്തിന്റെ പേരിൽ ഗുണ്ടകളുമായി ഏറ്റുമുട്ടൽ വേണ്ട. ഇത് പണയം വെച്ച് അയാളുടെ കാശ് കൊടുത്തേക്ക്. വേണ്ട, അത് ശരിയാവില്ല. ഡാഡിയെ വിളിച്ചു പറഞ്ഞ് രൂപ എത്തിയാലുടൻ തിരിച്ചെടുക്കാമെന്നേ. ഞാനല്ലേ തരുന്നത്. 2 ദിവസം കഴുത്തും കൈയും ഒഴിഞ്ഞെന്ന് വെച്ച് ആകാശം ഇടിഞ്ഞു വീഴാൻ പോണില്ല. നാൻസി വിഷമിക്കണ്ട. ദുരസ്വാമിക്ക് ഞാനൊരു ചെക്ക് കൊടുക്കാം. നാളെ സാറ്റർഡേ ആണ്. അപ്പോ മൺഡേ ക്ലിയറൻസ് ഉള്ളൂ. അതിനുള്ളിൽ പണം സംഘടിപ്പിക്കാനുള്ള ഒരു വഴി ഞാൻ കണ്ടെത്താം. രാജന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ആയിക്കോളൂ. കോൺഫിഡൻസ് ഉണ്ട്. നാൻസി ധൈര്യമായിട്ടിരിക്കും. ദുരസ്വാമി, ദുരസ്വാമി, എടോ, തന്റെ മുതലാളി ഉണ്ടല്ലോ കൊരസ്വാമി, അങ്ക വന്ന് വാടകയ്ക്ക് കുറച്ചാച്ചി. அந்த வாடகை காசுக்கு செக்க மேச மேல வச்சிருக்க. முதலாளி உள்ள இருக்கு சார். உள்ளே இல்ல, உள்ள இடம் இல்ல. பாத்ரூம்ல சுத்தம் வருத்திட்டு இருக்கு. புறத்து வரும்போது பரா. இனி ஏதாவது பண்ண நான் பாத்துக்கிறேன். போடா முதலாளி. முதலாளி, முதலாளி, நம்ம அன்னைக்கு தகராறு பண்ணல, அவ பயந்துட்டா. மேச மேல செக் வச்சுட்டு போயிருக்காரு. முதலாளி பாத்ரூமுக்குள்ள என்ன பண்றாரு? தூங்குறாரா? முதலாளி, பாவி. ഓഫീസിലുണ്ട്. അന്ന് നീ പോലീസിന്റെ ഡമ്മിയായി എന്റെ മുമ്പിൽ നിഷ്കളങ്കം ചമഞ്ഞു. ഇപ്പൊ നീ ഏത് റോളാ അഭിനയിക്കാൻ പോകുന്നത്? മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം. ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ ദുരസ്വാമിയെ കൊന്നതിന് നിന്നെ ഞാൻ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. ആക്കിയിട്ടെന്ന് കരുതി പോക്കിത്തരം പറയരുത്. ഞാൻ ആരെയും കൊന്നിട്ടില്ല. നീ ആരെയും കൊന്നിട്ടില്ല.
ஐயாவை கொலை பண்ணது இவன் தான். இவன் மட்டும் தான் நேத்து அங்க வந்தது. ഓടാ, നിന്റെ തന്ത ഞാൻ കൊല ചെയ്തു. പോക്കിരുത്തം പറഞ്ഞ എത്ര ബുദ്ധിമാനായ കുറ്റവാളിയായാലും ഒരിക്കൽ പിഴയ്ക്കും. നിനക്ക് പിഴച്ചു. അഭിനയവും സംവിധാനവും ഒക്കെ ഇനി പൂജപ്പന മതി. വാ. പ്രാക്ടിക്കൽ ട്രെയിനിങ് ഇടയ്ക്കിടയ്ക്ക് നല്ലതാ, പഠിച്ചത് മറക്കില്ല. ഏത് കോഴ്സിനാ? ആക്ടിങ്, സ്ക്രിപ്റ്റിംഗ്, ഫോട്ടോഗ്രാഫി, ഡയറക്ഷൻ. ഫൈറ്റിങ്ങിനാണോ? അതിവിടെ ഇല്ല ആ കോഴ്സ്. யாரும் தெரியுமா? ഇയാൾക്കറിയില്ല, നമ്മളെങ്ങനെ അറിയാനാ? தெரியாது அண்ணாச்சி. என்ன தெரிஞ்சுக்கோ. ராஜ்மோகன் கொலை செஞ்ச துரைசாமியோட ஒரே மகன் குப்புசாமி. எங்க அப்பாவை கொலை செஞ்ச அந்த அயோக்கிய திருட்டு ராஸ்கல അവൻ ആരെ കൊന്നിട്ടില്ല. அது உனக்கு எப்படா தெரியும்? சொல்லு. அவனை ஒன்று அவனுக்கு தூக்கு கயிறு நிச்சயம் பண்ணி வச்சிருக்கேன். அவனை ஜாமீன்ல எடுத்து காப்பாத்த நினைச்சீங்க, அதே நாய சுடுற மாதிரி உங்க 2 பேரையும் சுட்டு கொன்னுடுவேன். ஜாகிரதை. ആ രാജനാരോ വേട്ടയാടുന്നുണ്ട്. അവന്റെ അക്കൗണ്ടിൽ പണം വരുന്നു, അവൻ അറിയാതെ ആരോ പിൻവലിക്കുന്നു, കൊലപാതകത്തിൽ പെടുത്തി അകത്താക്കുന്നു. എന്താ ഇതിന്റെ ഉദ്ദേശം? ഉദ്ദേശം എന്തെങ്കിലും ആവട്ടെ, നമുക്ക് അവന്റെ ജാമ്യത്തിൽ ഇറക്കാം. അതിന് വഴിയുണ്ട്. നമുക്ക് സെൻട്രൽ ജയിലിൽ പോവാണ്ണമാരെ. മോൻ പ്രസിദ്ധനാകുന്ന വാർത്ത പത്രത്തിൽ വരുമെന്ന് നീ പറഞ്ഞത് അച്ചിട്ടായി. വെണ്ടയ്ക്ക് അക്ഷരത്തിൽ അച്ചടിച്ച് വന്നിരിക്കുന്നു. പക്ഷേ പ്രസിദ്ധനായിട്ടല്ല, കുപ്രസിദ്ധനായിട്ട്. പത്രത്തിൽ വരുന്നതൊക്കെ സത്യമാണോ? അവൻ ഒരിക്കലും ഇത് ചെയ്യില്ല. നീ അതിനെന്താ സമ്മതിച്ചു തന്നിട്ടുള്ളത്? അന്നേ ഞാൻ വിലക്കിയത് അവന്റെ തോന്നിയാസത്തിന് കൂട്ടു നിൽക്കരുതെന്ന്. സിനിമാക്കാരനാകാൻ പോയതാ, കൊലപാതകയായി അകത്ത് കിടക്കുന്നു. ഞാൻ ഇനി എങ്ങനെ സമൂഹത്തിൽ തല ഉയർത്തി നടക്കും? അവനെ ആരോ ചതിച്ചതാ. അതും ഇതും പറഞ്ഞ് കുറ്റപ്പെടുത്താൻ നിൽക്കാതെ നമ്മുടെ മോനെ രക്ഷിക്കാൻ നോക്ക്. രക്ഷപ്പെടുത്തി സംരക്ഷിച്ച് നല്ലവനാക്കി എടുക്കാൻ ഈ പ്രഭാര കൈമള് നേരമില്ല. ഒരു മോനുണ്ടായിരുന്നു, അവൻ വല്ല അപകടത്തിലും പെട്ട് ചത്തുപോയിന്ന് സമാനിച്ചോളാം. എത്ര ശത്രുവായാലും ഒരാപത്ത് വരുമ്പോ ഇത്ര ക്രൂരത കാണിക്കരുത്. നേരിട്ട് പോകുന്നത് മാന്യതയ്ക്ക് കുറവാണെങ്കിൽ ഒരു വക്കീലിനെങ്കിലും ഏർപ്പാട് ചെയ്ത് അയച്ചൂടെ? ഇല്ലെങ്കിൽ ഞാൻ പോവാം. എനിക്ക് കൈയൊഴിയാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്കൊരു വിസിറ്റർ ഉണ്ട്. എനിക്കാരെയും കാണാൻ താല്പര്യമില്ല. കണ്ടിട്ടേ പോളെന്നാ പറയുന്നത്. അയ്യപ്പ സാറും ഒക്കെ വന്നിട്ട് കാണാൻ കൂട്ടാക്കിയില്ലെന്നറിഞ്ഞു. അവർക്കതിൽ വലിയ വിഷമമുണ്ട്. എനിക്കാരെയും കാണണ്ട. രാജ് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആരംഗീകരിക്കും? ആരും അംഗീകരിക്കണ്ട, ഞാൻ അംഗീകരിക്കും. എനിക്കറിയാം രാജ് ഇത് ഒരിക്കലും ചെയ്യില്ലെന്ന്. അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാ. അതൊന്നും ഇപ്പൊ ഓർക്കണ്ട. ഇടത് നെഞ്ചിൽ മാരകമായ കുത്തേറ്റ് ദൊരസ്വാമി മരിച്ചെന്നാ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. രാജ് ഇറങ്ങിപ്പോകുന്നത് മുനിയപ്പ കണ്ടതാണ് പ്രശ്നമായത്. സ്വാമിയുടെ മേശപ്പുറത്ത് നിന്ന് പോലീസിന് കിട്ടിയ ചെക്കും തെളിവായി. ഏതായാലും ഇതിലൊന്ന് ഒപ്പിടൂ. എന്തിനാ? ബെയിൽ മൂവ് ചെയ്യാനാ. അഡ്വക്കേറ്റ് നരേന്ദ്രനാ ഇവിടുത്തെ ലീഡിംഗ് അഡ്വക്കേറ്റാ. വെറുതെ മെനക്കെടണ്ട, ജാമ്യം കിട്ടില്ല. മെനക്കെടുന്നത് രാജല്ലല്ലോ, ഞാനല്ലേ. ജാമ്യം കിട്ടില്ലെന്ന് പറയേണ്ടത് കോടതിയും. ഇതിലൊന്ന് ഒപ്പിടൂ പ്ലീസ്.
ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. കൊള്ളാം, നിന്റെ കണ്ടുപിടുത്തം കേമമായിരിക്കുന്നു. ബാങ്കിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് സാർ. തന്റെ അക്കൗണ്ടിൽ ദൊരസ്വാമിയോ അയാളുടെ മകനോ എന്തിനു പണം നിക്ഷേപിക്കണം? താൻ അവകാശപ്പെട്ടതുപോലെ താനല്ല അയാളെ കൊന്നതെങ്കിൽ പിന്നാരാ? അതന്വേഷിക്കേണ്ടത് സാറാ. ഓഹോ, അത് ഞാൻ മറന്നു. ജാമ്യം കിട്ടിയെന്ന് കരുതി അധികം നിഗളിക്കണ്ട. കൊലപാതകം മാത്രമല്ല തന്റെ ദേഹത്തുള്ളത്, കോടികളുടെ ഇടപാടാ. ആ ചങ്ങല നീളുന്നത് ഏത് അണ്ടർവെയറിലേക്കാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ഞാൻ. തുടർന്ന് അന്വേഷിക്കുന്ന ചിലപ്പോ ഞാനായിരിക്കില്ല. CBIയോട് പറയാനുള്ളത് ഇപ്പോഴേ കണ്ടുപിടിച്ചു വെച്ചോ. അറിയാം, അഴിക്കാൻ പറ്റാത്ത കുരുക്കാണ് തീർത്തു വെച്ചിരിക്കുന്നത്. നിയമം അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്, അതും അറിയാം. പക്ഷേ കാര്യം പറഞ്ഞാൽ സാറിന് മനസ്സിലാവുമെന്ന് ഞാൻ ധരിച്ചു. സോറി. ഇവിടെ വാടാ മുനിയപ്പ. വന്നീ എങ്കടാ കുപ്പുസ്വാമി? ശരിയാതാ? ஊருக்கு போயாச்சு. എപ്പോ വരും? தெரியாது. ശരിയാതാ? தெரியாது ஐயா, தெரியாது. ആ പിന്നെ നീ എനിക്കെതിരായിട്ട് കോടതി സാക്ഷി പറയല്ലടാ. പറഞ്ഞാൽ രാജ് 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 രാജ്. അയ്യോ, ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടി. ദൊരസ്വാമിയുടെ ചിന്ന വീട്ടിൽ പറഞ്ഞ അവിഹിത സന്തതിയാണ് കുപ്പുസ്വാമി. അവന്റെ പെരിയ വീട്ടിലെ വൈഫുക്ക് കുളന്ത ഇല്ലേ? അവര് വന്ന് മച്ചി, അവരുടെ അമ്മാവും മച്ചി, അവരുടെ ഫാമിലി മൊത്തം മച്ചി. അവനിപ്പോ എവിടുണ്ട്? ഞങ്ങൾ ഇവിടെ ഒന്ന് വിരട്ടിയേണ്ട പിറ്റേന്ന് അവൻ ചെന്നൈക്ക് പോയി. അവിടെ ഒരു ടെക്സ്റ്റൈൽ മിൽ നടത്തുകയാണ് കക്ഷി. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? ആക്ടിങ്, സ്ക്രിപ്റ്റിംഗ്, ഡയറക്ഷൻ, ക്യാമറ ഇതൊക്കെ 3-4 വർഷം പഠിപ്പിച്ച് കുത്തുവാള എടുത്തവരല്ലേ നമ്മൾ. വെറും കുത്തുപാളയല്ല, കുത്തുപാള. കുത്തുപാള. ഇൻസ്റ്റിറ്റ്യൂട്ട് പൂട്ടി പോലീസുകാർ സീല് വെച്ചെങ്കിലും നമ്മുടെ ഉള്ളിലെ കൊനഷ്ടി സീല് വെക്കാൻ പോലീസുകാർക്ക് പറ്റുമോ? പക്ഷേ കുപ്പുസ്വാമി രാജിന്റെ കുത്തിനാണ് പിടിച്ചിരിക്കുന്നത്. ഇൻകം ടാക്സുകാരെ വെട്ടിക്കാൻ അയാൾ കണ്ട ബുദ്ധി. ഓപ്പറേറ്റ് ചെയ്യാൻ കാശില്ലാതെ പാഴായി കിടക്കുന്ന നിന്റെ അക്കൗണ്ടിൽ പണം ഇടുക, എന്നിട്ട് ആർക്കും അനുകരിക്കാവുന്ന നിന്റെ കള്ള ഒപ്പിട്ട് പണം പിൻവലിക്കുക. ഇനി ഇൻകം ടാക്സ് എപ്പോഴാ കയറി വന്നെ നോക്കിയാ മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിന്റെ കാര്യം ആടപടല പോക്ക. ഇനി ഒരു കാര്യം കൂടി കേട്ടോ. ഒരു റിട്ടയർഡ് പോലീസുകാരന്റെ മകനെന്ന നിലയ്ക്ക് എന്റെ കണ്ടെത്തല, ദൊരസ്വാമിയെ തട്ടിയത് കുപ്പുസ്വാമി തന്നെ. ഏയ് അങ്ങനെ വരാൻ വഴി. അങ്ങനെ വരണം. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവൻ എപ്പോ മടങ്ങി വരും? ഇന്ന് അല്ല, മറ്റന്നാൾ, നാളെ വരാനാണ് സാധ്യത. ഞാൻ കുപ്പുസ്വാമിയെ കാണാം. അയാൾ പറഞ്ഞതാണോ സത്യപാലം പറഞ്ഞതാണോ ഫാക്ട് എന്ന് കൺഫേം ചെയ്യാം. എങ്ങനെ? സിംഗപ്പൂരിൽ പഠിക്കുന്ന കാലത്ത് കുറച്ചു നാളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസിയെ സഹായിച്ചിരുന്നു ഞാൻ. വെറുതെ ഒരു രസം. എന്റെ ഒരു കൂട്ടുകാരിയുടെ ഫാദറിന്റെ ആയിരുന്നു ആ ഏജൻസി. അവിടെ പ്രയോഗിച്ച ചില നമ്പറുകൾ കുപ്പുസ്വാമിയുടെ അടുത്ത് പ്രയോഗിച്ചു നോക്കാം, വീഴാതിരിക്കില്ല. നാൻസി അവര് തിരിച്ചറിഞ്ഞാൽ മുനിയപ്പയ്ക്ക് നാൻസി അറിയാവുന്നതല്ലേ? അതിന് ഞാൻ നാൻസിയായിട്ടല്ലോ അവിടെ ലാൻഡ് ചെയ്യുന്നത്. വെറുതെ അപകടത്തിൽ ചെന്ന് ചാടരുത്. ലൈഫിൽ സ്വല്പം ത്രില്ലൊക്കെ വേണ്ടേ? ആയിക്കോളൂ, പക്ഷെ ഒറ്റയ്ക്ക് പോകണ്ട. അയ്യപ്പനെയും ഡൊമിനിക്കിനെയും കൂട്ടിക്കോളൂ. കറക്റ്റ്. ഒരു CIDക്ക് കൂടെ അസിസ്റ്റൻസ് ഉള്ളത് നല്ലതാ. അലമേലും ഉമ്മ പോയിട്ട് വാ, ഞങ്ങളിവിടെ ഉണ്ടാവും. ഓക്കെ. குப்புசாமி என்ன இருக்காரா? அவர் உள்ள இருக்கிறார்ல. யார் கூப்பிடுறாங்க சொல்லணும். தென்காசியில இருந்து அலமேல வந்திருக்கான்னு சொல்லுங்க. முதலாளி. பார்சல் எங்க? வெளியே என் சர்வன்ட்ஸ் கிட்ட இருக்கு. கொஞ்ச நேரம் வெயிட் பண்ணுங்க. வெயிட் பண்றேன் சார். ஆனா நீங்க கொஞ்சம் ஹெல்ப் பண்ணணும். உட்காருங்க. சொல்லுங்க, என்ன விஷயம்? இந்த இடத்துல யுனைடெட் பேங்க்ல ஒரு அக்கவுண்ட் ஓபன் பண்ணணும். இன்ட்ரோடியூஸ் பண்றதுக்கு எனக்கு இங்க யாரையும் தெரியாது. கவலைப்படாதீங்க, நான் இன்ட்ரோடியூஸ் பண்றேன். ஏய் முனியப்பா, முதலாளி. வெளியே மேடமோட சர்வன்ட் கிட்ட பார்சல் இருக்கு, போய் வாங்கிட்டு வா. சரிங்க. சார், அம்மா பார்சல் தர சொன்னாங்க. இது அம்மாவோட பார்சல் இல்ல, அட்டப்பாடிக்கு போக வேண்டிய பார்சல். புரிஞ்சுதா அட்டப்பாடி?
உங்களை எங்கேயோ பார்த்த மாதிரி தெரியுதே. இல்ல எங்களை இங்க பாத்துருக்க முடியாது. நாங்க கோயில்பட்டிக்காரங்க, நாங்க அண்ணன் தம்பி. நான் கங்கை, அவன் தம்பி அமரன். இல்லடா இவனுக்கு ஒரு கண்ணு. இது பிறகு தோட்டவட்டில் கண்ணு வேணு கண்ணு போச்சு குருடந்தா. குருடனாவது திருடனாவது பார்சல் கொடுத்து விடுங்க. பார்சல் பட்டி லோரில வச்சிருக்கா. அப்படியா? யாரே என்ன திருடன்னு கூப்பிட்டது? നമ്മളെ മനസ്സിലാക്കിയോ? നമ്മുടെ ആക്ടിങ് കറക്റ്റല്ല, പിന്നെ എങ്ങനെ മനസ്സിലാക്കാൻ? അയ്യോ, എന്റെ കണ്ണ് കാണില്ല. ഷീറ്റ് പോക്കടാ. നിസ്സാരക്കാരനല്ല കുപ്പുസ്വാമി. അയാളുടെ മനസ്സ് തുറപ്പിക്കാൻ ഭയങ്കര പാടാ. കിട്ടിയ നേരം കൊണ്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്തു. അവന് സംശയം തോന്നിയോ? ഏയ്, അലമേലിനോട് അല്പം പ്രേമം തോന്നി. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് സമ്മതിച്ചതാ. എനിക്ക് ATM അക്കൗണ്ടാ തുടങ്ങണ്ടെന്ന് പറഞ്ഞപ്പോ അവന്റെ മുഖം വിളർന്നത് ഞാൻ കണ്ടു. പിന്നെ എന്നെ എങ്ങനെയെങ്കിലും ഡിസ്പോസ് ചെയ്യാനുള്ള തിരക്കായിരുന്നു. അപ്പോ എന്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അവനാണെന്നാണോ നാൻസി പറയുന്നത്? അത് മാത്രമല്ല, അയ്യപ്പന്റെയും ഡൊമിനിക്കിന്റെയും നിഗമനവും ശരിയാ. ദൊരസ്വാമിയെ വകവരുത്തിയതും ഇവൻ തന്നെ ആവണം. പക്ഷേ അതിന് തെളിവില്ലല്ലോ. തെളിവുണ്ടാക്കണം. ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഈവനിങ്ങിൽ വരാം. കളറുമേ കയറിയിട്ട് 3 ദിവസമായി. MD വിളിച്ചിരുന്നു ഇന്ന്. ഒരു ആഡിന്റെ സ്റ്റോറി ബോർഡ് ഫൈനലൈസ് ചെയ്യണം. പോകാതിരിക്കാൻ പറ്റില്ല. നാൻസി പൊയ്ക്കോളൂ, വൈകിട്ട് നമുക്ക് പലതും തീരുമാനിക്കാനുണ്ട്. കഴിയുന്നത്ര നേരത്തെ വരാം. ശരി. நீ என்ன தேடி வந்தேன்னு முனியப்பா சொன்னான். நீ ஜாமீன்ல வெளியே வந்தது எனக்கு தெரிஞ்ச உடனே உன்னை சென்னையில இருந்து பார்க்க வந்திருக்கேன். நீ மறுபடியும் கோர்ட்டுக்கு போக வேண்டாம். ஏன்னா இன்னைக்குதான் உனக்கு கடைசி நாள். നിയമം കയ്യിലെടുക്കാൻ നിനക്കാരുടെ പെർമിഷൻ തന്നത്? ഉണ്ടായിസം കാണിച്ച് തന്ത അങ്ങ് പോയി. കൂടുതൽ വിളച്ചിൽ കാണിച്ചോണ്ടല്ലോ പോസ്റ്റ്മോർട്ടത്തിന് കിടന്ന് കൊടുക്കേണ്ടി വരും. அந்த திருட்டு ராஸ்கல் எவ்வளவு பணம் கொடுத்தான்?
കൈക്കൂലി വാങ്ങിച്ച് നിന്റെയൊക്കെ കാല് നക്കുന്നവനാ ഞാനെന്ന് വിചാരിച്ചോളാം. അത്ര നട്ടമില്ലാത്തവനെ നീ കണ്ടിട്ടുണ്ടാവുള്ളൂ. രാജ്മോഹനാണ് നിന്റെ തന്റെ തട്ടിയതെങ്കിൽ അതിനുള്ള ശിക്ഷ ഞാൻ മേടിച്ചു കൊടുക്കും. മറിച്ചാണെങ്കിൽ ആ കുരുക്ക് നിന്റെ കഴുത്ത വീഴും. സത്യം പറയടാ, എന്തിനാ അവന്റെ അക്കൗണ്ട് വെച്ച് കളിക്കുന്നത്? நான் எதுக்கு அவன் அக்கௌண்ட்ல கேஷ் டெபாசிட் பண்ணணும்? பினாமி அக்கௌண்ட் திறக்கிறதுக்கு எனக்கு நிறைய ஃப்ரெண்ட்ஸ் இருக்காங்க. ബാങ്ക് മാനേജർ പറഞ്ഞതോ? போய் சுத்த போய். പറഞ്ഞതൊക്കെ സത്യമാണോ? சத்தியம் சத்தியம் சொன்னா அது சத்தியம் தான். அதுதான் இந்த குப்புசாமி. നീ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്ന് കരുതണ്ട. കളവ് പറഞ്ഞത് ആരാണെന്ന് തെളിയിച്ചു തരാം. ഒരുപാട് പേര് ആയാസപ്പെട്ടിട്ടാണ് നിന്നെ തപ്പിയെടുത്തത്. അതുകൊണ്ട് കുറച്ചു ദിവസം ഇവിടെ കിടന്ന് ഞങ്ങളുടെ സ്റ്റാഫിനെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വാ. എന്താ? ബലം പിടിക്കരുത്, പല്ലങ്ങ് തേയും. വിചാരിക്കുന്നത്ര എളുപ്പമല്ല. എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ? ട്രൈ ചെയ്യാം. പക്ഷേ ശൂന്യാകാശത്തിൽ നിന്നാ ഭസ്മം എടുക്കേണ്ടത്. ഒന്നുമില്ലായ്മയിൽ നിന്നും കുപ്പുസ്വാമിക്കെതിരായി തെളിവ് സംഭരിക്കാൻ കഴിയുമോ നമുക്ക്? ദൊരസ്വാമിയെ കൊന്നത് കുപ്പുസ്വാമി ആണെങ്കിൽ തന്നെ ആ കുറ്റം രാജിൽ കെട്ടിവെക്കാൻ വേണ്ടി ചെയ്തതാവില്ല. കാരണം രാജ് അന്ന് അവിടെ ചെല്ലുമെന്ന് അയാൾക്ക് അറിയില്ലല്ലോ. ശരിയായിരിക്കാം. ഇനി അറിഞ്ഞു എന്ന് തന്നെ ഇരിക്കട്ടെ, ദൊരസ്വാമിയുടെ മർഡർ രാജിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അയാൾക്കെന്ത് നേട്ടം? എന്നെ ജീവപര്യന്തം ശിക്ഷിച്ചാൽ അല്ലെങ്കിൽ തൂക്കിലേറ്റിയാൽ അവന് സുഖമായിട്ട് എന്റെ അക്കൗണ്ട് മാനിപ്പുലേറ്റ് ചെയ്യാമല്ലോ. അതാണ് ലക്ഷ്യമെന്ന് ഉറപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ജീവപര്യന്തം ശിക്ഷിച്ച് രാജ് അകത്തായ പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് അയാൾക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അതും കോടികളുടെ ട്രാൻസാക്ഷൻ ഉള്ള ഒരു അക്കൗണ്ട്. സ്പെസിമെൻ സിഗ്നേച്ചർ ബാങ്കിൽ ഉള്ളിടത്തോളം കാലം അതിനും വഴിയുണ്ട്. ഞാൻ നെഗറ്റീവായി ചിന്തിച്ചെന്നേ ഉള്ളൂ. രാജിന്റെ ഊഹം തെറ്റായിക്കൊള്ളണമെന്നില്ല. സർക്കിൾ ഇൻസ്പെക്ടർ ഏലിയാസ് ആണല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത്. അദ്ദേഹവും സാറുമായി അടുപ്പത്തിലാണെന്ന് നാൻസി പറഞ്ഞു. നമുക്ക് ഈ വിവരം അദ്ദേഹത്തെ ധരിപ്പിച്ചാലോ? ശരിയാണ്. ഡിപ്പാർട്ട്മെന്റിൽ മനുഷ്യത്വമുള്ളവരുടെ കൂട്ടത്തിലായി ഏലിയാസ്. നമ്മൾ പറയുന്ന മുഖവിലയ്ക്ക് എടുത്തില്ലെങ്കിലും പരിഗണിക്കാതിരിക്കില്ല. പക്ഷേ എത്ര പരിചയവും ബന്ധവും ഉണ്ടെന്ന് പറഞ്ഞാലും നിയമം വിട്ട് ഒന്നും ചെയ്യില്ല. ഏതായാലും കണ്ടുകളയാം. ആ, രാജും കൂടെ വേണം. നാൻസിയെ കൂടെ കൂട്ടാം. കുപ്പുസ്വാമിയെ സന്ദർശിച്ച വിവരം നാൻസിക്ക് വിശദമായി പറയാൻ കഴിയും. ആയിക്കോട്ടെ. നാൻസിയെ പിക്ക് ചെയ്ത് ഞാൻ സാറിന്റെ വീട്ടിലേക്ക് വരാം. ശരി. ഇത്രയൊക്കെ എനിക്കും തോന്നിയതാ. പിന്നെ ഇത് മാത്രമല്ലല്ലോ ഇവിടുത്തെ കേസ്. അന്വേഷണത്തിന് അല്പം സമയം വേണ്ടിവരും. ഞങ്ങൾക്കറിയാവുന്ന വിശദീകരിച്ചെന്നേ ഉള്ളൂ. സാറിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ, അതുകൊണ്ടാ. ചായ കുടിക്ക്. ഏതായാലും എനിക്ക് അല്പം സമയം വേണം. അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാവും. അതുവരെ നിങ്ങളുടെ ക്ലയന്റിന്റെ മേലിലുള്ള സംശയദൃഷ്ടി പിൻവലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. ആ ശരി സാർ. നാൻസിയെ കൂടി കൂട്ടാന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ കണ്ടില്ലല്ലോ. വീട്ടിലില്ലായിരുന്നു. ചിലപ്പോ അഡ്വർടൈസിംഗ് ഏജൻസി കാണും. ഐ സീ. ഏതായാലും എനിക്കിന്ന് അവളെ കാണണം. ഇനി സാറിനെ ഡ്രോപ്പ് ചെയ്തിട്ടാവാം. ആയിക്കോട്ടെ. Can see Miss Nancy Pereira. ട്രാവൽ ഏജൻസി. നിന്നെ ഞാൻ അതെ, എനിക്ക് ഭ്രാന്ത പറയാൻ പറയടി പണ്ടേ. നീ പറയലല്ലേ? ഇല്ലെങ്കിൽ നാളെ ഈ കടപ്പുറത്തിന്റെ ശവം പോകും. നീയും ബാങ്ക് മാനേജറുമായിട്ടുള്ള ബന്ധം ഞാൻ ചെയ്തത് ചീറ്റിംഗ് ആണ്. പ്രേമം അഭിനയിച്ചിട്ടുള്ള കൊടും വഞ്ചന.
ഒരു പെണ്ണ് പുരുഷനോട് ചെയ്യാൻ പാടില്ലാത്തതാ. പക്ഷെ എനിക്കത് നിവർത്തി ഉണ്ടായിരുന്നുള്ളൂ. കുടിച്ച് വെളിവില്ലാതെ നടക്കുന്ന ഡാഡി, എനിക്ക് താഴെ 2 സഹോദരിമാർ. അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം എന്റെ ചുമലിലായി. മോഡൽസിന് ആവശ്യമുണ്ടെന്ന് പേപ്പർ ആഡ് കണ്ടു. ഞാൻ അങ്ങനെയാണ് ചെന്നൈയിലെത്തിയത്. ഒരു പ്രൈവറ്റ് ബാങ്കിന്റെ TV ആഡിന് വേണ്ടിയാണ് ആദ്യമായി ഞാൻ മോഡൽ ഗേൾ ആയത്. ഇനി ഇവിടെ നിൽക്കുന്ന അപകടമാണ്. പ്ലീസ്, അവൻ നമ്മളെ കണ്ടുകഴിഞ്ഞു. ആര് കണ്ടു? അതൊക്കെ പറയാം. ആ പരസ്യം സത്യപാലൻ മാനേജറായുള്ള ബാങ്കിന് വേണ്ടിയായിരുന്നു. പരസ്യം കണ്ട് അയാൾ വല്ലാതെ എന്നെ അഭിനന്ദിച്ചു. താല്പര്യമുണ്ടെങ്കിൽ ബാങ്കിൽ ഒരു ജോലി ശരിപ്പെടുത്തി തരാമെന്നും അയാൾ ഓഫർ ചെയ്തു. ഒരു സ്ഥിരം ജോലി എന്ന് കേട്ടപ്പോ എന്റെ മനസ്സ് വഴങ്ങി. ഒത്തിരി വരുമാനമുള്ള മോഡലിംഗ് വിട്ടിട്ട് ഒരു പ്രൈവറ്റ് ബാങ്കിലെ തുച്ഛമായ മാസശമ്പളമുള്ള ജോലി സ്വീകരിച്ചു വന്നു. അൺബിലീവബിൾ. ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് എനിക്കറിയാം. പരസ്യരംഗത്തുനിന്ന് ധാരാളം പണം കിട്ടും. പക്ഷെ അതിന് നഗ്നത പ്രദർശിപ്പിക്കണം. സ്റ്റുഡിയോ ഫ്ലോറുകളിലും ഔട്ട്ഡോറിലും ആളുകളുടെ മുന്നിൽ വെച്ച് എനിക്കതിനാകുമായിരുന്നില്ല. ഓ ഐ സി. അങ്ങനെയാണ് ബാങ്കിൽ എത്തിയതല്ലേ? എത്തിയത് മണ്ടത്തരമായി പോയെന്ന് റിയലൈസ് ചെയ്യാൻ മാസങ്ങൾ വേണ്ടി വന്നു. അധോലോകവുമായി സത്യപാലന് ബന്ധമുണ്ടെന്നറിഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. പക്ഷെ രക്ഷപ്പെടാനാവാത്ത വിധം അയാൾ എന്നിൽ പിടിമുറുക്കി കഴിഞ്ഞിരുന്നു. കേന്ദ്രമന്ത്രി മിശ്രയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു സത്യപാലൻ. എന്നിട്ടും ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു. നീ രക്ഷപ്പെടും അല്ലേ? ലോകത്തിന്റെ ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വിടില്ല. നിനക്കറിയില്ല തന്നെ, ഞങ്ങളുടെ പേരുകൾ ലോകമെമ്പാടും ആഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. അത് നീ മറക്കണ്ട. അങ്ങനെ എനിക്ക് അയാളുടെ കളിപ്പാവയാകേണ്ടി വന്നു. അയാള് കീ കൊടുക്കുന്നതിനൊപ്പം ചലിക്കേണ്ടി വന്ന വെറും ഒരു ഡോൾ. മയക്കമരുന്ന്, കള്ളനോട്ട്, കള്ളക്കടത്ത്, എല്ലാറ്റിനും ഞാൻ കൂട്ടുനിന്നു. അതിൽ നിന്നും വരുന്ന ഭീമമായ തുക സിംഗപ്പൂരിലുള്ള മിശ്രയുടെ ബിനാമി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ അയാൾക്ക് നോർത്ത് ഇന്ത്യയിൽ പല ബിനാമി അക്കൗണ്ടുകളും ഉണ്ടായിരുന്നു. അതൊക്കെ വിജിലൻസ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയപ്പോഴാണ് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുടങ്ങുന്നതിനെ പറ്റി മിശ്രയും സത്യപാലനും ആലോചിച്ചത്. അങ്ങനെയാണ് സത്യപാലനെ കേരളത്തിലെ ബ്രാഞ്ചിലേക്ക് സ്ഥലം മാറ്റിയത്. കൂടെ എന്നെ. എന്റെ അക്കൗണ്ടിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണം? ഇവിടെ വിശ്വസ്തനായ ഒരു ബിനാമി അയാൾക്ക് കണ്ടെത്താൻ പറ്റിയില്ല. ഒടുവിൽ ബാങ്ക് റെക്കോർഡ്സ് പരിശോധിച്ചപ്പോഴാണ് വല്ലപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന രാജന്റെ അക്കൗണ്ട് ശ്രദ്ധയിൽപ്പെട്ടത്. അതും തുച്ഛമായ തുക. അന്വേഷണത്തിൽ രാജ് സമ്പന്നനായ അച്ഛനെ ധിക്കരിച്ചിറങ്ങിപ്പോയ അഭിമാനിയാണെന്നും സത്യസന്ധനാണെന്നും അറിയാൻ കഴിഞ്ഞു അയാൾക്ക്. അങ്ങനെയുള്ള ഒരാളുടെ അക്കൗണ്ട് ഉപയോഗിക്കാൻ സത്യപാലന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ഇതും നാൻസി എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കാൻ വന്നതും തമ്മിലുള്ള ബന്ധം? അതല്ലേ സത്യപാലന്റെ കിഴിഞ്ഞ ബുദ്ധി. നിങ്ങൾ അക്കൗണ്ടിൽ നിന്നും പണം വിഡ്രോ ചെയ്തു തുടങ്ങിയെന്നറിഞ്ഞപ്പോ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഗുണ്ടകളെ അയച്ചു. അത് ഏറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് എന്നെ അതിന് നിയോഗിച്ചത്. രാജുമായി പ്രേമം ഭാവിച്ച് വശത്താക്കുക, എന്നിട്ട് രാജന്റെ നിയന്ത്രണം മുഴുവൻ എന്റെ കൈപ്പിടിയിൽ ഒതുക്കുക. അതിൽ നാൻസി 100% വിജയിച്ചു. ലക്ഷ്യം വഞ്ചനയായിരുന്നെങ്കിലും പൂർണ്ണമായും അഭിനയമായിരുന്നെങ്കിലും ഇടയ്ക്കൊക്കെ ഞാൻ അഭിനയം മറന്നുപോയി. എന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയ നിമിഷം
വർഷങ്ങൾ അത് രാജുവിന് മനസ്സിലായിട്ടുണ്ടോന്ന് അറിയില്ല. മിശ്ര ഇന്ന് കേരളത്തിലെത്തുന്ന പത്രത്തില്. അതെ, രാമനാഥന്റെ പ്രതിമയുടെ അനാച്ഛാദനം, അനാഥ മന്ദിരത്തിന്റെ ഉദ്ഘാടനം. അതോ അധോലോക ഉദ്ഘാടനമോ? അതും കാണും, പക്ഷെ രഹസ്യമായിട്ടായിരിക്കും. നാൻസി പറഞ്ഞത് സത്യമാണെങ്കിൽ സത്യപാലനും മിശ്രയും തമ്മിൽ കാണാതിരിക്കില്ല. അപ്പൊ എവിടെ വെച്ചായിരിക്കും ആ കൂടിക്കാഴ്ച? ഗസ്റ്റ് ഹൗസിലാവും. അപ്പൊ നമുക്ക് ആ കൂടിക്കാഴ്ച ഒന്ന് കാണണ്ടേ? കാണണം. मिनिस्टर अभी आएगा, चेक एवरीथिंग। आप भी आ गया। ഞാൻ ഒന്ന് കണ്ണടച്ചാൽ അപ്പോഴവന്മാര് മുങ്ങും. ഞാൻ കറുത്തേ പൂച്ചിനാക്കെ. ഇനി എങ്ങനെ കറുത്തേ പൂച്ചിനാക്കെ? മിനിസ്റ്റർ കിतने गोली आई है? मीशा अല്ല മീനാക്ഷി. എല്ലാം റെഡി അല്ലേ? റെഡി സർ. നിങ്ങൾ അങ്ങോട്ട് പോകും, നിങ്ങൾ ഇങ്ങോട്ട്. ഇവന്മാരത് എവിടെ പോയി? അണ്ണാ ഞാൻ വച്ചിട്ടുണ്ട്. Excuse me. Who are you? हम मिनिस्टर का सेक्रेटरी हूँ. इधर सब ठीक है? हाँ हाँ ठीक है. हाँ. ഒന്നും പറയണ്ട, ഒരു മലയാളിയെ നിന്നേക്കാൾ കൂടുതലായിട്ട് എനിക്കറിയാം. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ബിഗ് പ്രോബ്ലം. കൂൾ ഡൗൺ മിസ്റ്റർ ജി, കൂൾ ഡൗൺ. എങ്ങനെ കൂളാവും? ഇനി എന്ത് വിശ്വസിച്ച അക്കൗണ്ടിൽ പണമിടും? പകരം ഒരു ബിനാമിയെ കിട്ടുന്നവരെ ക്യാഷ് ഫ്ലോ നിർത്തിവെക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് ഇത്രയും ഇൻകം ടാക്സ് റെയ്ഡ് ഉള്ള സ്ഥിതിക്ക്. ഇല്ല ഇല്ല. എന്താ ഉറപ്പ്? സുനോ, ചൗധരിയും വല്ലാത്ത ടെൻഷനിലാണ്. തന്റെ അടിക്കടി ഡൽഹിയിലേക്കുള്ള വരവും നമ്മൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയും ചിലരിലൊക്കെ സംശയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ ചുവരിന് വരെ കാതാണ്. സംജാ അറിയാം. അതുകൊണ്ടാണ് 2-3 ഉദ്ഘാടനങ്ങൾ ചാടിപ്പിടിച്ച് ഞാനിങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത്. താനുമായിട്ട് ആലോചിച്ച് ഭാവി പരിപാടികൾ രൂപപ്പെടുത്താൻ. അതൊക്കെ ഞാൻ രൂപപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെ? രാജിനി അധിക ദിവസം ജീവിച്ചിരിക്കില്ല. ചിലപ്പോ നാളെ തന്നെ സംഭവിച്ചേക്കാം. ദൊരസ്വാമിയെ വകവരുത്തിയിട്ട് എന്തായി? അവൻ ജാമ്യത്തിൽ ഇറങ്ങിയില്ലേ? അതിൽ കാര്യമില്ല മിശ്രാജി. മുനിയപ്പ നമ്മോട് ചൊൽപ്പടിക്കില്ലേ? കേസിൽ നിന്നും അവൻ ഊരിപ്പോകുമെന്ന് മിശ്രാജിക്ക് സംശയമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ തട്ടിക്കളയാമെന്ന്. അവൻ മരണപ്പെട്ടാൽ പിന്നെ ആ അക്കൗണ്ട് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യും? സിമ്പിൾ. മരിച്ചത് അവനാണെന്ന് അറിയാതിരുന്ന പോരെ. പോരാത്തതിന് ഞാനല്ലേ അവിടുത്തെ മാനേജർ. ഗുഡ്, യു ആർ വെരി ഇന്റലിജന്റ്. ബട്ട് മിസ്റ്റർ സത്യപാൽ, നാൻസി അതറിഞ്ഞാൽ പെണ്ണാണ്. ഇത്രയും നാൾ അവർ തമ്മിൽ ഇടപഴകിയ സ്ഥിതിക്ക് അവർ തമ്മിൽ മാനസികമായിട്ടൊരു അടുപ്പം എന്റെ ഒരു സംശയമാണ്. മിശ്രാജിക്ക് അറിയാമല്ലോ, എല്ലാം മുൻകൂട്ടി കാണുന്നവനാണ് ഈ സത്യപാലെന്ന്. പ്രേമത്തിന്റെ ഗന്ധവും ഞാൻ മണക്കുന്നുണ്ട്. അങ്ങനെ ഒരു നീക്കമുണ്ടെന്ന് ഉറപ്പായാൽ അവന്റെ അന്ത്യം അവളുടെ കൈകൊണ്ട് തന്നെയാവും. പിന്നെ അവൾക്ക് നമ്മുടെ ചരട് വിട്ട് ഒരടി പോലും നീങ്ങാനാവില്ല. രാജിനെ വകവരുത്താൻ നാൻസി സമ്മതിച്ചില്ലെങ്കിലോ? എങ്കിൽ തിരിച്ചറിയാനാവാത്ത മൃതദേഹത്തിന്റെ എണ്ണം ഒന്നുകൂടി കൂടും. ഹലോ, ആ നാൻസി ഇങ്ങോട്ട് തടാ, ഒറ്റ വെട്ടി ഞാൻ തരും. ഹലോ, വീട്ടിൽ നിന്ന് അങ്കിളും ആന്റിയും വേളാങ്കണ്ണിക്ക് പോയിരിക്കുക.
നാൻസിക്ക് എന്താ ഒരു പരിഭ്രമം പോലെ? കുറച്ചു മുമ്പേ സത്യപാലം വിളിച്ചിരുന്നു. അയാള് എല്ലാം അറിഞ്ഞെന്നാ തോന്നുന്നത്. അയാൾ എന്താ പറഞ്ഞത്? നേരിട്ട് കാണണമെന്ന്. ജോലിക്കാരി വീട്ടിൽ പോയിരിക്കുക, നാളെ വരൂ. ഇവിടെ ആരുമില്ലാത്ത വിവരം അയാൾക്കറിയാം. ഇങ്ങോട്ടെങ്ങാനും വരുമെന്ന് എന്റെ പേടി. നാൻസി അയാളോട് എന്ത് പറഞ്ഞു? നാളെ കോഫി ഹൗസിൽ വെച്ച് കാണാമെന്ന്. അപ്പൊ പിന്നെ എന്തിനാ പേടിക്കുന്നത്? നാളെ കണ്ടാ പോരെ? ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നാളേക്ക് വെക്കുന്ന സ്വഭാവം അയാൾക്കില്ല. രാജ് ഇവിടം വരെ ഒന്ന് വന്നിരുന്നെങ്കിൽ. ശരി, ഞാൻ വരാം. എന്തൊക്കെയാ രാജ്? ഏത് ഏടാകൂടത്തിലേക്കാ പോവാൻ പോകുന്നേ? ഒന്നുമില്ല, ഏതായാലും ഞാൻ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, ശരി. നിനക്കെന്താ ഇവിടെ കാര്യം? പറയാം.
ഇപ്പൊ ശരിയാക്കാം. റെഡി സർ. ഒരു റൂം വേണം. AC നോൺ AC? AC. രണ്ട് ബോട്ടിൽ മിനറൽ വാട്ടർ വേണം. ശരി സർ. ചെയ്യണമെന്ന് കരുതി ചെയ്തതല്ലോ. അയാളുടെ ക്രൂരതയ്ക്ക് അർഹിക്കുന്ന ശിക്ഷ കിട്ടി. അങ്ങനെ കരുതിയാ മതി. നമുക്ക് എത്രയും വേഗം ഈ നാട് വിടണം. ഇവിടെ കഴിയുന്ന ഓരോ നിമിഷവും എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഞാനും അത് ആലോചിക്കാകെയല്ല. പക്ഷേ രാജന് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. കുറ്റം ഏറ്റു പറഞ്ഞ് നിയമത്തിന് കീഴടങ്ങാൻ ഞാൻ ഇപ്പൊ തന്നെ. എന്താ ഈ പറയുന്നത്? മനസ്സറിഞ്ഞ് നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ ഒരു മാറ്റമാണ് ആവശ്യമെങ്കിൽ നമുക്ക് പോകാം. എന്റെ കയ്യിൽ കുറെ പണമുണ്ട്. രാജിന്റെ കയ്യിൽ എത്രയാ ഉള്ളതെന്ന് വെച്ചാ അതും എന്റെ സിംഗപ്പൂർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതും വിഡ്രോ ചെയ്തില്ലെന്ന് ആര് കണ്ടു? ഒന്ന് പോയി നോക്കാലോ. 24 hours സർവീസ് ഉള്ളതല്ലേ. ആ ഏർലി മോർണിംഗിൽ തന്നെ പോണ്ടേ. എങ്ങോട്ടാണെന്ന് തീരുമാനിച്ചോ? രാജിന് പാസ്പോർട്ട് ഇല്ലാത്തോണ്ട് ഉടനെ സിംഗപ്പൂർക്ക് പോകാൻ പറ്റില്ല. ആ തൽക്കാലം കൽക്കട്ടയെ സെറ്റിൽ ചെയ്യാം. അവിടെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അയ്യപ്പനും ഡോമിനിക്കും മറ്റും എന്നെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്നവരാണ്. നമ്മൾ അവിടെ ചെന്ന് സെറ്റപ്പ് ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് ഇവരെ അങ്ങോട്ട് വരുത്താം. എന്റെ കാർ അവര് ഡിസ്പോസ് ചെയ്യട്ടെ. കൽക്കട്ടയ്ക്ക് വരുന്നത് വരെ പിടിച്ചു നിൽക്കാൻ അത് മതിയല്ലോ. പുറപ്പെടുന്നതിന് മുമ്പ് വീട്ടിലൊന്ന് പോണം. അമ്മയോടും അച്ഛനോടും യാത്ര പറയണം. വേണം. എന്നാ പിന്നെ കിടക്കാൻ നോക്കാം.
അവളൊന്ന് ഇറങ്ങി വന്നാട്ടെ. കാമുകിയായിട്ട് നാടുവിടാൻ പോവാണല്ലേ? അതിന് ഇത്രയും സ്പീഡ് വേണ്ട. ഫ്ലൈറ്റിന് ഇനിയും സമയമുണ്ട്. ടൗൺ ലിമിറ്റ് വിട്ട് പാടില്ലെന്ന് കോടതി ഉത്തരവ് മറന്നോ? ഇവന് ബോധമില്ലെന്ന് കരുതി നീയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഒച്ചേ? ഇപ്പൊ ഞാൻ നിന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നത് ജാമ്യവ്യവസ്ഥ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ബാങ്ക് മാനേജർ സത്യപാലിനെ കൊലപ്പെടുത്തിയതിനും കൂടിയാ. എങ്ങനെ അറിഞ്ഞെന്നായിരിക്കും? പറഞ്ഞുതരാം. ഇപ്പൊ ഒന്നല്ല 2 കൊലപാതകങ്ങളുണ്ട് നിന്റെ ക്രെഡിറ്റിൽ. പെട്ടെന്ന് Man. Come on. Open the bag. വെൽക്കം ബാക്ക് മാളിനി. മിസ്റ്റർ സത്യപാലൻ, പ്രേതമൊന്നുമല്ല. നിന്നെപ്പോലെ എനിക്കും കൊല്ലപ്പെട്ടവനായി അഭിനയിക്കേണ്ടി വന്നു ഇത്തിരി നേരത്തേക്ക്. നിന്റെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരാൻ ഇനി എന്തെങ്കിലും അഭ്യാസമുണ്ടോ കയ്യിൽ? കള്ളപ്പണം മുഴുവൻ മറ്റുള്ളവരുടെ ഉപയോഗശൂന്യമായ അക്കൗണ്ടിൽ സൂക്ഷിക്കുക. അതവരറിഞ്ഞ ഉടനെ സ്വിസ് ബാങ്കിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ അവരെ കൊന്നുകളയുക. അങ്ങനെ എന്നെയും കുടുക്കി തടി വരാമെന്ന് വിചാരിച്ചു അല്ലേടാ? ഡൽഹി, ചെന്നൈ, ബോംബെ എന്നിവിടങ്ങളിലെ പോലീസിനെ കബളിപ്പിച്ചിട്ട് കേരളത്തിലും വന്ന് വിലസാന്ന് വിചാരിച്ചു അല്ലടാ മോനെ? രാജ്മോഹന്റെ ലഗേജിൽ ദൊരസ്വാമിയെ കൊന്ന കത്തിയും തോക്ക് ഒളിപ്പിച്ചു വെച്ചപ്പോ രാജനെ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി കുറ്റങ്ങൾ മുഴുവൻ അയാളുടെ പെടലേക്ക് വെച്ചിട്ട് നിനക്ക് നിന്റെ ബോസിനും കൂടി എന്നേക്കുമായി രക്ഷപ്പെടാൻ ധരിച്ച നാൻസി പെരേര നിനക്ക് നല്ല നടിക്കുള്ള ഓസ്കാർ തരണം. പക്ഷെ എനിക്ക് അതിന്റെ വകുപ്പില്ല. ഇന്ദ്രപ്രസ്ഥത്തിലെ നിന്റെയൊക്കെ തായ്വേരില്ലേ ഗ്രേറ്റ് വൈറ്റ് കോളർ മിശ്രാജി, അയാൾക്ക് ചുറ്റും ഇപ്പോൾ ഇതിലും വലിയൊരു പോലീസ് വലയുണ്ടാവും. മന്ത്രിക്ക് ഹമ്പടിവാനല്ല, അഴികൾക്കുള്ളിലേക്ക് നടത്താൻ. നിന്റെയും നിന്റെ സ്റ്റെഫിനിയുടെയും അഭിനയം മനോഹരമായി. അതിലും ഭംഗിയായി ഞങ്ങളും അഭിനയിച്ചില്ലേ സത്യപാലൻ സാർ? മിസ്റ്റർ രാജ്മോഹൻ, നിങ്ങളുടെ നിഗമനം തെറ്റിയില്ല. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റും ചെയ്തതെന്ന സഹായത്തിന് നന്ദിയുണ്ട്. ആദ്യം നിന്നോട് എനിക്ക് തോന്നിയ സ്നേഹം ഒട്ടും അഭിനയമായിരുന്നില്ല. നീ അഭിനയിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞത് മുതൽ എനിക്കും അത് വേണ്ടി വന്നു. സോറി. താങ്ക് യു മിസ്റ്റർ രാജ്മോഹൻ. കാണാം. മോ
രാജ്, ക്ലൈമാക്സ് രംഗത്തിൽ പ്രതിയുടെ ഫേസ് ആക്ഷൻ ക്ലോസപ്പിൽ കാണാത്തിൽ ഞങ്ങൾക്ക് ശരിക്കും വിഷമമുണ്ട്. സാരമില്ല, ഉച്ചക്കത്തെ TV ന്യൂസിൽ കാണാം. വണ്ടി നിർത്തണേ, നിർത്ത്, വണ്ടി നിർത്ത്, ഇറങ്ങി വാ രാജഭവന. നമ്മുടെ സമയം തെളിഞ്ഞെന്നാ ചാരുപാറ സദാശിവൻ സാർ ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് പോയതേ ഉള്ളൂ. എന്തിന് 4 സീനും ഒരു ഉണക്ക ഫൈറ്റ് ചെയ്യാൻ രാജ്മോഹനെ കിട്ടില്ല? അയ്യോ, ഇത് അതിനല്ല. പിന്നെ സാറിന്റെ പുതിയ ചിത്രമായ ജനനായകനിൽ അണ്ണനാണ് ഹീറോ. ഉടനെ ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പ്ലാൻ ചെയ്തായിരുന്നു. ഒരു ATM യാത്ര. എനി ടൈം മെമ്മറബിൾ ജേർണി. മലയാളത്തിൽ എന്തോ പറയും? അതിന്റെ മലയാളം അതിനെ വാക്കുകളില്ല. എന്തൊരു മലയാളം കഷ്ടം. മലയാളത്തിൽ അതിൽ വാക്കുണ്ട്, എല്ലാം മറക്കാനുള്ള യാത്ര. എനി ടൈം അടിക്കില്ലേ? എനി ടൈം മെമ്മറബിൾ ജേർണി. അങ്ങനെ യാത്ര പിന്നെ പൊയ്ക്കളയാ.